मृत्यु जय नरसिंह श्री नरसिंह जय जय नरसिंह जय प्रहलादेश जय पद्ममुख मुख पद्मभृंग प्रत्युनाश नरसिंह भगवान की जय भक्त प्रहलाद महाराज की जय गुरुदेव महाराज की जय श्रील प्रभुपाद की जय गौर प्रमानंदे हरि हरि बोल हरे कृष्ण സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ हरे സത്യനാ മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ कृष्ण प्रभु, हरे कृष्ण प्रभु। ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ രാധ മാതാജി, ഹരേ കൃഷ്ണ സബിത മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ हरे कृष्ण। സ്വാഗതം. ഹരേ കൃഷ്ണ. രാധാ മാതാജിയെ കണ്ടിട്ട് യുഗങ്ങളായതുപോലെ തോന്നുകയാണ്. अरे ഒരുപാടായില്ലേ? മാതാജിക്ക് എന്തെങ്കിലും സുഖമില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അതോ എവിടെയെങ്കിലും യാത്രയിലായിരുന്നോ? അതോ മായ പിടിച്ചോ? सुबह സുഖമില്ലായിരുന്നോ? എന്താ മാതാജിയുടെ അസുഖം? ഒരുപാട് അസുഖങ്ങളുണ്ടല്ലേ, പറഞ്ഞാ തീരാത്ത. അങ്ങനെയാണോ? കൃഷ്ണ. ഇതാണ് ഒരു അവസ്ഥയല്ലേ, ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യല്ലേ. പറയാനായിട്ട് വല്ല ഉണ്ടോ? ഇല്ല. എന്നാൽ തൊട്ടം പിടിച്ചോ എല്ലാം അസുഖങ്ങളാണല്ലേ. അങ്ങനത്തെ ഒരവസ്ഥ. പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല, എണ്ണിയാൽ തീരാത്ത അസുഖങ്ങള്. എന്നാൽ ചിലപ്പം എന്തായാലും അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയും, ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല താൻ. എന്താ അസുഖം എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെയും വരാറുണ്ട്. അപ്പൊ അപ്പൊ അത് സ്വാഭാവികമാണത്. അതുകൊണ്ടാണ് നമ്മള് ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മള് എന്താണ് ഈ പറയുന്ന കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണമെന്ന് ആചാര്യന്മാരൊക്കെ പറയുന്നത്. കാര്യം നമുക്ക് ഇത് കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു സത്സംഗത്തിൽ കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ്, അത്രയും നേരം ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മളുടെ കൈകാലുകള്, മനസ്സിന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ കൈകാലുകളും ശരീരവും ഒന്നും സമ്മതിക്കത്തില്ല. മറ്റുള്ള രോഗപീഠകളും അതും ഇതും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആഗ്രഹമായിരിക്കും കഥകളൊക്കെ കേൾക്കണം എന്ന് ഭഗവാന്റെ, അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ പോയ സമയം പോയി, ഇനി പോയതൊന്നും തിരിച്ചാ കിട്ടില്ലല്ലേ. ഇനി ബാക്കിയുള്ള സമയത്ത് എങ്കിലും നമ്മൾ ഭഗവാനെ വിളിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്നലെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള നരസിംഹ ചതുർദശി ആയിരുന്നു. എല്ലാവർക്കും ഞാൻ നരസിംഹ ചതുർദശി ആശംസകൾ നേരുകയാണ്. അപ്പം ഞാന് നരസിംഹ ഭഗവാന്റെ ലീലകളെ പറ്റിയൊക്കെ ഞാൻ ഭാഗവതം ക്ലാസ്സിൽ ബുധനാഴ്ച എടുത്തിരുന്നു. അപ്പൊ അന്നത്തെ ദിവസം യൂട്യൂബ് കണ്ടവരൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, കാര്യം എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് നരസിംഹ ഭഗവാന്റെ 108 മന്ത്രങ്ങള് ജപിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം ബാക്കിയുള്ള കഥകളൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഭാഗവതത്തിൽ എടുത്തിരുന്നു. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം കേൾക്കുന്ന ഒരു യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ ആ ഒരു കഥകളൊക്കെ നമുക്ക് ഭഗവാന്റെ പാസ്റ്റ് ടൈംസ് അറിയാനായിട്ട് പറ്റും. പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന എന്താണ്, അതായത് ഒരു ഭക്തനെ, അതായത് ആ ഭക്തന്റെ കുലമോ, അല്ലെങ്കിൽ ആ ഭക്തൻ ചെറുതാണെന്നോ വലുതാണെന്നോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് പണ്ഡിതനാണെന്നോ പാമരനാണെന്നോ ഒന്നും വെക്കാതെ, യാതൊരു ബാധ്യതകളോ നിബന്ധനകളോ ഇല്ലാതെ ഏതൊരു സാഹചര്യത്തിലും ഭക്തനെ ഭഗവാൻ രക്ഷിക്കും. നമ്മേ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞ വാക്ക് ഭഗവാൻ പാലിക്കും എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് അല്ലെ. അതുപോലെ തന്നെ ഭൗതികതയിലുള്ള ഏതൊരു ബന്ധനങ്ങളും ഭഗവാൻ അതിനെ വിച്ഛേദിക്കാനാകും. ഇത്ര തരത്തിലുള്ള പൂട്ടായിരുന്നു ഹിരണ്യകശിപു വിട്ട് പൂട്ടിയത് അല്ലെ. അതിനെയൊക്കെ ഭഗവാൻ നിഷ്പ്രയാസം ഭഗവാനെ ഖണ്ഡിക്കാനായിട്ട് പറ്റി. പിന്നെ എന്താണ്, അപൂർവങ്ങളിൽ അപൂർവമായ വളരെ കുറച്ച് സമയത്തേക്ക്, എന്നാൽ അത്യുഗ്രമായിട്ടുള്ള അത്രയും വലിയൊരു ഘോരമായിട്ടുള്ള അവതാരം നടന്നിട്ടില്ല, ഇനിയും നടക്കാൻ പോകുന്നുമില്ല. ഇത്രയും ഭയങ്കര അവതാരം, വലിയൊരു അവതാരം, ഭയങ്കര ശക്തിമത്തായ ഊർജ്ജസ്വലമായ അവതാരം. ക്ഷിപ്രപ്രസാദിയാണ്, പക്ഷെ ക്ഷിപ്രകോപിയുമാണ്. അതുപോലെ തന്നെ ഭക്തന്റെ മുൻപിൽ ബാക്കി ഏത് ദേവാദിദേവന്മാരെല്ലാരും വന്ന് നോക്കിയിട്ടും നരസിംഹമൂർത്തി കോപം അടങ്ങാതിരുന്ന സമയത്ത് ഭക്തൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ ഭയങ്കര സൗമ്യശീലനായിട്ടുള്ള
ആ ഒരു ആ, വളരെ പുഞ്ചിരിയോടുകൂടി ഭക്തനെ എടുത്ത് മടിയിൽ വെച്ചിട്ടൊരു സിംഹം അതിന്റെ കുട്ടിയെ ലാളിക്കുന്നത് പോലെ ഭഗവാൻ ഇങ്ങനെ ലാളിച്ചു അല്ലെ. അപ്പൊ ഭക്തിയുടെ മുൻപിൽ, അതുപോലെ തന്നെ ഭക്തൻ ഒരിക്കലും ഭഗവാനെ പേടിയില്ല. ഭഗവാൻ ഏത് രൂപത്തിലും, അതായത് നമ്മളുടെ പ്രകൃതിയുടെ രൂപത്തിൽ ഭഗവാൻ ചുറ്റോട് ചുറ്റുമുണ്ടല്ല, മറ്റുള്ള ജീവജാലങ്ങളുടെ എല്ലാം ഹൃദയത്തിലും ഭഗവാൻ ഇരിപ്പുണ്ടല്ലേ. അതുപോലെ മരങ്ങളിലുണ്ട്, പുഴുക്കളിലുണ്ട്, മറ്റു ജീവജാലങ്ങളിലുണ്ട്, ചണ്ടാളനിലുണ്ട്, ശൂദ്രനിലുണ്ട്, എല്ലാവരിലും ഉണ്ടല്ലേ. ഒരു പണ്ഡിതനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി മറ്റുള്ളവരെ ഒന്നും തന്നെ ഞാൻ മോശമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് അല്ലെ. ഭഗവാൻ ഏതെല്ലാം രൂപത്തിൽ, ആനയെ കൊണ്ട് ചവിട്ടിക്കാൻ നോക്കിയപ്പോൾ, വിഷപ്പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ നോക്കിയപ്പോഴും, വിഷം കൊടുത്തു കഴിഞ്ഞപ്പോൾ പർവ്വതത്തിന് മുകളിൽ നിന്ന് എറിഞ്ഞ സമയത്തൊക്കെ തന്നെ എന്താണ്, പ്രഹ്ലാദന് യാതൊരു പേടിയില്ല. 5 വയസ്സുള്ള കുട്ടിയാണ്, ഒരു പേടിയില്ലല്ലേ. ഒരേ ഒരു വിശ്വാസം അല്ലേ, ഈ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള ഒരേ ഒരു ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത് അല്ലേ. അതായത് എന്നെ ഇങ്ങോട്ടേക്ക് പടച്ചു വിട്ട് എന്നെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് ഇച്ഛയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്തിരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് അല്ലേ. എന്റെ സൃഷ്ടികർത്താവിന് എന്താണ്, എന്നെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കണമെന്ന് അദ്ദേഹത്തിന് ഇച്ഛയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്നെ രക്ഷിച്ചിരിക്കും. പിന്നെ ഞാൻ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദേവാദിദേവന്മാരും അത്യുഗ്രമായ ഗർജനം കേട്ടിട്ട് പ്രപഞ്ചം മുഴുവൻ, ലോകം മുഴുവൻ നടുങ്ങിയ സമയത്തും എന്താണ്, പ്രഹ്ലാദന് യാതൊരു പേടിയും ഉണ്ടായിട്ടില്ല. കാര്യം പ്രഹ്ലാദൻ എന്താണ്, ആ ഭഗവാനെ പല രീതിയിൽ, പല രൂപത്തിൽ, പല സ്ഥലങ്ങളിൽ കണ്ടിരുന്നു അല്ലെ. അമ്മയുടെ വയറ്റിൽ തൊട്ട് തന്നെ ആ ആ ഒരു കുട്ടി ഭഗവാനെ ദർശിച്ചു, ഭഗവാനെ കണ്ടു. അതുപോലെ ഒരു ഗുരുവിന്റെ ഉപദേശത്തോടു കൂടി ഭഗവാനെ സ്വീകരിക്കാനായിട്ട് പറ്റി. ആ ഒരു മഹാത്മ്യം കൊണ്ടാണ് അവസാനം ഭഗവാൻ വന്ന് ആ, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് സ്വന്തം പിതാവിന്റെ കരങ്ങളിൽ നിന്ന്. പക്ഷെ ഭക്തൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ഭഗവാനും ചോദിച്ചു, വരങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ്, ഞാൻ ഒരു അസുര ജന്മത്തിൽ പിറന്ന ഒരു അസുര വിത്താണ് അല്ലെ. അതുകൊണ്ട് വരങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ അഹങ്കാരിയാവും എന്റെ പിതാവിനെ പോലെ. അതുകൊണ്ട് അങ്ങ് എനിക്ക് ഒരേ ഒരു വരദാനം മാത്രം തരിക, എനിക്ക് വരങ്ങളൊന്നും ചോദിക്കാനായിട്ട് എന്നെ കൊണ്ട് തോന്നിക്കരുതേ എന്നുള്ള വരം മാത്രം തരിക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളാണെങ്കിൽ എന്തെല്ലാം ചോദിച്ചു മേടിക്കും അല്ലെ. വരങ്ങളൊന്നും ചോദിക്കാനായിട്ട് എന്നെ കൊണ്ട് തോന്നിക്കരുതേ, തോന്നിച്ചു കഴിഞ്ഞാൽ ഞാൻ അസുര ജന്മമാണ്. കാര്യം അസുരന്മാരുടെ ആ ഒരു ജന്മനാലുള്ള സ്വഭാവം എങ്ങാനും കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങേ മറന്ന് ജീവിക്കേണ്ട ഇട വരുവോ എന്നാണ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പേടി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, ഈ അവതാരം എടുത്തപ്പോൾ ഭഗവാന് എന്തെങ്കിലും വരം കൊടുക്കാതെ പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പ്രഹ്ലാദനെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞ എന്താണ്, എന്റെ പിതാവിനങ്ങ് ക്ഷമിച്ചു എന്ന് പറയാം, എന്റെ പിതാവിനോട് അങ്ങ് ക്ഷമിക്കണം അല്ലെങ്കിൽ മാപ്പ് കൊടുക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. പിതാവിനോട് ക്ഷമിക്കുക അല്ല, ഇത്രയും ദുർവൃത്തനായ ദുരാചാരിയായ, അതായത് ഹരിയുടെ നാമം രാജ്യത്തെങ്ങും ജപിക്കാൻ പാടില്ല അല്ലെ. അദ്ദേഹം ഭഗവാനുമായിട്ട് ശത്രുതയാകാൻ കാര്യം എന്താണ്, ഭഗവാന്റെ നാമം ഒരിടത്തും ജപിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള വ്യവസ്ഥ. താൻ ഭഗവാനാണെന്ന് അദ്ദേഹം ധരിച്ചു അല്ലെ, താനാണ് എല്ലാത്തിന്റെയും മുദീറാണെന്ന് വിചാരിച്ചല്ലോ, എല്ലാത്തിന്റെയും മാലിക്ക് അല്ലെ. നമ്മളുടെ ഓരോരുത്തരുടെയും മുകളിൽ ഒരാളുണ്ടല്ലേ. നമ്മളുടെ ഉള്ളത് ഇപ്പം നിങ്ങൾക്കൊക്കെയാണ് ഒരാ നമ്മുടെ ഭർത്താവ്, അത് കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അത് കഴിഞ്ഞ് അവരുടെ മുകളിൽ, അല്ലെങ്കിൽ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസിൽ ഒരു മുദീർ, അതിന് മുകളിൽ ഒരു GM, അതിന് മുകളിൽ കൺട്രി മാനേജർ, അതിന് മുകളിൽ ജനറൽ മാനേജർ, ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ മാലിക് ഉണ്ടല്ലേ. അപ്പം ഈ യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാം മാലിക് അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഓണർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത് ഭഗവാനാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഹിരണ്യകശിപുവിന് അങ്ങനെ സംഭവിച്ചത്. ഞാനാണ് എല്ലാത്തിന്റെയും എന്താണ് ഉടമസ്ഥൻ എന്ന് വിചാരിച്ചു, യഥാർത്ഥ ഉടമസ്ഥനെ മറന്നുപോയതാണ് ഹിരണ്യകശിപു ചെയ്ത തെറ്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നരസിംഹ ഭഗവാന്റെ കൃപ ഉണ്ടാകട്ടെ. നരസിംഹ അഷ്ടോത്തര ശതം ഉള്ളവര് ഒന്ന് എടുത്തു വെക്കുക. ഉള്ളവർ എടുത്തു വെക്കുക, അല്ലാത്തവര് കൂടെ അങ്ങ് ചൊല്ലി പോയാൽ മതി. നമുക്ക് സമയം കുറവായതുകൊണ്ട് നമുക്ക് കൂടെ അങ്ങ് ചൊല്ലിപ്പോകാം. എല്ലാവരും ഇല്ലാത്തവരൊക്കെ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് നരസിംഹ ഭഗവാന്റെ പാദങ്ങളിൽ ഓരോ തുളസി ഓരോ മന്ത്രത്തിനും ഇടുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ മന്ത്രത്തിനും ഹരേ കൃഷ്ണ. ഓം നരസിംഹായ നമഃ, ഓം മഹാസിംഹായ നമഃ, ഓം ദിവ്യസിംഹായ നമഃ, ഓം മഹാബലായ നമഃ, ഓം ഉഗ്രസിംഹായ നമഃ, ഓം മഹാദേവായ നമഃ, ഓം സ്തംഭജായ നമഃ, ഓം ഉഗ്രലോചനായ നമഃ, ഓം രൗദ്രായ നമഃ, ഓം സർവാത്ഭുതായ നമഃ, ഓം ശ്രീമതേ നമഃ, ഓം യോഗാനന്ദായ നമഃ,
ഓം ത്രിവിക്രമായ നമഃ. ഓം ഹരിയേ നമഃ. ഓം കോലാഹലായ നമഃ. ഓം ചക്രിണേ നമഃ. ഓം വിജയായ നമഃ. ഓം ജയവർദ്ധനായ നമഃ. ഓം പഞ്ചാനനായ നമഃ. ഓം പരബ്രഹ്മണേ നമഃ. ഓം അഘോരായ നമഃ. ഓം ഘോരവിക്രമായ നമഃ. ഓം ജ്വലന്മുഖായ നമഃ. ഓം ജ്വാലാമാലിനേ നമഃ. ഓം മഹാജ്വാലായ നമഃ. ഓം മഹാപ്രഭുവേ നമഃ. ഓം നിടിലാക്ഷായ നമഃ. ഓം സഹസ്രാക്ഷായ നമഃ. ഓം ദുർനിരീക്ഷായ നമഃ. ഓം പ്രതാപനായ നമഃ. ഓം മഹാദംഷ്ട്രായുധായ നമഃ. ഓം യുദ്ധപ്രാജ്ഞായ നമഃ. ഓം ചണ്ഡകോപിനേ നമഃ. ഓം സദാശിവായ നമഃ. ഓം ഹിരണ്യകശിപുദംസ്നേ നമഃ. ഓം ദൈത്യദാനവഭഞ്ജനായ നമഃ. ഓം ഗുണഭദ്രായ നമഃ. ഓം മഹാഭദ്രായ നമഃ. ഓം ഓം ബലഭദ്രായ നമഃ. ഓം സുഭദ്രകായ നമഃ. ഓം കരാളായ നമഃ. ഓം വികരാളായ നമഃ. ഓം വികർത്രേ നമഃ. ഓം സർവത്രകായ നമഃ. ഓം ശിംശുമാരായ നമഃ. ഓം ത്രിലോകാത്മനേ നമഃ. ഓം ഈശായ നമഃ. ഓം സർവേശ്വരായ നമഃ. ഓം വിഭവേ നമഃ. ഓം ഭൈരവാഡംബരായ നമഃ. ഓം ദിവ്യായ നമഃ. ഓം അച്യുതായ നമഃ. ഓം കവിനേ നമഃ. ഓം മാധവായ നമഃ. ഓം അധോക്ഷജായ നമഃ. ഓം അക്ഷരായ നമഃ. ഓം ശർവായ നമഃ. ഓം വനമാലിനേ നമഃ. ഓം വരപ്രദായ നമഃ. ഓം വിശ്വംഭരായ നമഃ. ഓം അദ്ഭുതായ നമഃ. ഓം ഭവ്യായ നമഃ. ഓം ശ്രീവിഷ്ണവേ നമഃ. ഓം പുരുഷോത്തമായ നമഃ. ഓം അനഘാസ്ത്രായ നമഃ. ഓം നഖാസ്ത്രായ നമഃ. ഓം സൂര്യജ്യോതിനേ നമഃ. ഓം സുരേശ്വരായ നമഃ. ഓം സഹസ്രബാഹവേ നമഃ. ഓം സർവജ്ഞായ നമഃ. ഓം സർവസിദ്ധിപ്രദായകായ നമഃ. ഓം വജ്രദംഷ്ട്രായ നമഃ. ഓം വജ്രനഖായ നമഃ. ഓം മഹാനന്ദായ നമഃ. ഓം പരന്തവായ നമഃ. ഓം സർവമന്ത്രൈകരൂപായ നമഃ. ഓം സർവേന്ദ്രവിതാരണായ നമഃ. ഓം സർവതന്ത്രാത്മകായ നമഃ. ഓം അവ്യക്തായ നമഃ. ഓം സുവ്യക്തായ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം വൈശാഖ ശുക്ലഭൂതോധ്യായ നമഃ. ഓം ശരണാഗത വത്സലായ നമഃ. ഓം ഉദാരകീർത്തിയെ നമഃ. ഓം പുണ്യാത്മനേ നമഃ. ഓം മഹാത്മനേ നമഃ. ഓം ചണ്ഡവിക്രമായ നമഃ. ഓം വേദത്രയായ നമഃ. ഓം പ്രപൂജ്യായ നമഃ. ഓം ഭഗവാനായ നമഃ. ഓം പരമേശ്വരായ നമഃ. ഓം ശ്രീവത്സാംഗായ നമഃ. ഓം ജഗദ്വ്യാപിനേ നമഃ. ഓം ജഗന്മയായ നമഃ. ഓം ജഗത്പാലായ നമഃ. ഓം ജഗന്നാഥായ നമഃ. ഓം മഹാകായായ നമഃ. ഓം തിരൂപപ്രദേ നമഃ. ഓം പരമാത്മനേ നമഃ. ഓം പരഞ്ജ്യോതിനേ നമഃ. ഓം നിർഗുണായ നമഃ. ഓം നൃഗേശ്വരണേ നമഃ. ഓം പരന്തത്വായ നമഃ. ഓം പരംധാംനേ നമഃ. ഓം സച്ചിദാനന്ദ വിഗ്രഹായ നമഃ. ഓം ശ്രീലക്ഷ്മി നൃസിംഹായ നമഃ. ഓം സർവാത്മനേ നമഃ. ഓം ധീരായ നമഃ. ഓം പ്രഹ്ലാദപാലകായ നമഃ. ഓം ശ്രീലക്ഷ്മി നൃസിംഹായ നമഃ. ഓം ശ്രീലക്ഷ്മി നൃസിംഹായ നമഃ. ഓം ശ്രീലക്ഷ്മി നൃസിംഹായ നമോ നമഃ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണും ഭദ്രം മൃത്യോമുഖ്യനമാമ്യഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ जय प्रहलादेश जय पद्ममुख मुख पद्मभृंग कच्ची विघ्नविनाश नरसिंह भगवान की जय भक्त प्रहलाद महाराज की जय गुरुदेव महाराज की जय शिल प्रभात की जय घर प्रमानंदे हरि हरि बोल हरे कृष्णा नमस्ते नरसिंहाय प्रह्लादलाददायिने हिरण्याकाशीपूर्वशखा शीलडङ्गानकालाये तो नरसिंहो परतो नरसिंहो येतो यामि तदो नरसिंहो बहिर्नरसिंहो हृदये नरसिंहो नरसिंहमदिं शरणं प्रपथे तव करकमलवरे नागा अद्भुतशृङ्गा दलिता हिरण्यकशिपु तनुभृङ्गा केशवधृता नरहरिरूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे जय केशवधृता नरहरि रूपा जय जगदीश हरे जय जगदीश हरे जय नरसिंह देव जय नरसिंह देव जय नरसिंह देव जय नरसिंह देव जय नरहरि जय नरहरि जय नरहरि जय नरहरि जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय भक्त प्रह्लाद जय प्रह्लाद महाराज जय भक्त प्रह्लाद जय प्रह्लाद महाराज जय 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 प्रभुपाद 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 जय श्रील प्रभुपाद जय 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 गुरुदेव गुरुदेव
ഗുരുദേവ് ജയ ശ്രീല ഗുരുദേവ് നിത്തായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ നിത്തായ് ഗൗര ഹരി ബോൾ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും കൃഷ്ണ. നരസിംഹ ഭഗവാന്റെ കൃപയും അനുഗ്രഹവും വരദാനങ്ങളും എല്ലാം ഉണ്ടാകട്ടെ. നമ്മളുടെ ഭക്തിയുത ജീവിതത്തിൽ മുന്നോട്ടുള്ള തടസ്സങ്ങളെയൊക്കെ ഭഗവാൻ അദ്ദേഹത്തിന്റെ ദംഷ്ട്രകളും അദ്ദേഹത്തിന്റെ പോലെ കൂർത്തുമൂർത്തുള്ള നഖങ്ങൾ കൊണ്ട് പുഷ്പസമാനമായിട്ട് മാറ്റിത്തരട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ ഭൗതിക ജീവിതത്തിലും നമുക്ക് കൃഷ്ണാബോധത്തിലേക്ക് വരാനുള്ള തടസ്സങ്ങളെല്ലാം തന്നെ ഈ നരസിംഹ ഭഗവാൻ വളരെ എളുപ്പം തന്നെ അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ കൂർത്തുമൂർത്ത ദംഷ്ട്രകൾ കൊണ്ടെല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ നീക്കി തരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പം നമുക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എളുപ്പം എന്ന് വിളിച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ഭഗവാനാണ്. അതുകൊണ്ട് എളുപ്പം തന്നെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദേവനാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഭഗവത്ഗീത ഇതിലേക്ക് കയറാണ്. കൃഷ്ണാബോധത്തിലുള്ള പ്രവർത്തനം, കർമ്മയോഗം. അതായത് നമ്മള് കർമ്മയോഗത്തെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കർമ്മയോഗം എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ജോലികളൊക്കെ തന്നെ കൃത്യമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ കർമ്മയോഗം എന്ന് പറയും അല്ലെ. അതിനെ കർമ്മയോഗം എന്ന് പറയാറില്ല. നമുക്ക് ചില രാഷ്ട്രീയക്കാര് അറിയാം, നല്ല രീതിയിൽ അവരുടെ കർത്തവ്യങ്ങളെല്ലാം പ്രവൃത്തികളും ഡ്യൂട്ടിയൊക്കെ ചെയ്തു പോകും. ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് വളരെ നല്ല രീതിയിൽ അവരുടെ ജോലികളെല്ലാം തന്നെ ചെയ്തു പോകും. അല്ല, അവർ പറയും എന്താണ്, നിങ്ങൾ ഈ ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ അല്ലേ, ഞാൻ എന്റെ കർത്തവ്യം ചെയ്യുന്നുണ്ട്, ഭഗവാനും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടുത്തെ കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യത്യാസമുണ്ട് അല്ലെ. നമ്മൾ കർമ്മം മാത്രമല്ല, അത് യോഗം കൂടെ ഉണ്ടല്ലേ. യോഗം ആരുടെ കൂടെയാണ് യോഗം ചേരുന്നത്? ഭഗവാന്റെ കൂടെ. ഭഗവാൻ. അങ്ങനെയുള്ളവര് ഭഗവാന്റെ കൂടെ യോഗം ചെയ്യുന്നില്ല. അതാണ് ആ ഒരു വ്യത്യാസം. സാധാരണഗതിയിൽ ഭൗതികതയിലുള്ളവര് ചെയ്യുന്ന കർമ്മം എന്താണ്, ഒരിക്കലും ഭഗവാനെ കൂട്ടി നിർത്തിയിട്ടല്ല ചെയ്യുന്നത്. അവരുടെ ഡ്യൂട്ടി എന്താണോ അത് ചെയ്തു പോകുന്നതിന് വെറുതെ കർമ്മന്നേ പറയാൻ പറ്റുള്ളൂ. കർമ്മയോഗം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ആ കർമ്മയോഗത്തില് ഭഗവാനെയും കൂടെ ചേർത്തുമ്പോൾ അതെന്താണ്, നമ്മൾ ഈ 5-ാമത്തെ ചാപ്റ്ററായി, അല്ലെങ്കിൽ നമ്മൾ 3-ാമത്തെ ചാപ്റ്ററായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത് അല്ലെ, കർമ്മയോഗം. ഇപ്പൊ അത് നമ്മൾ ഭഗവാനെ കൂടെ മുൻനിർത്തിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ എത്തിയത് അല്ലെ. നമ്മൾ ഇനി എത്രാമത്തെ ശ്ലോകം? 7-ാമത്തെ ആണോ? ഏഴാമത്തെ ശ്ലോകം. 7-ാമത്തെ. 7. ഇനി അടുത്തത് 5-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയാം സർവഭൂതാത്മഭൂതാത്മാ കുർവന്നവിന ലിപ്യതേ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നവിന ലിപ്യതേ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നവിന ലിപ്യതേ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മാ ഭൂതാത്മന ലിപ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്ന ന ലിപ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിശുദ്ധാത്മാ വിജീതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മാ ഭൂതാത്മാ കുർവന്ന വിന ലിപ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതയുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. യോഗയുക്ത, പത്യുത സേവനത്തിൽ ഏർപ്പെട്ടവൻ, വിശുദ്ധാത്മാ വിശുദ്ധ ചിത്തനായി, വിജിതാത്മാ ആത്മനിയന്ത്രണം ലഭിച്ചവനായി, ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായി, സർവഭൂതാത്മഭൂതാത്മാ എല്ലാ ജീവജാലങ്ങളിലും അനുകമ്പയുള്ളവനായി, കുറുവൻ അഭി കർമ്മം ചെയ്യുന്നുവെങ്കിലും ന ലിപ്യതേ ബന്ധിക്കപ്പെടുന്നില്ല. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്.
ഭക്തിപൂർവ്വം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. കൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിപ്പിക്കുകയുമില്ല. ഹരേ കൃഷ്ണ. നമുക്ക് അതിന്റെ ഭാവാർത്ഥം നോക്കാം. അതിന്റെ ഭാവാർത്ഥം പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. കൃഷ്ണാവബോധത്തിലൂടെ മുക്തിയുടെ പാതയിൽ നീങ്ങുന്ന ഒരാൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനത്രേ. എല്ലാ ജീവജാലങ്ങളെയും അയാൾ സ്നേഹിക്കുന്നു. അയാളുടെ കൃഷ്ണാവബോധമാണ് ഇതിന് കാരണം. ഏതൊരു ജീവനെയും കൃഷ്ണനിൽ നിന്ന് വേർപെടുത്തി കരുതാൻ അങ്ങനെയുള്ള ഒരാൾക്ക് കഴിയുകയില്ല. ഒരു വൃക്ഷത്തിന്റെ ശാഖകളും ഇലകളും അതിൽ നിന്ന് ഭിന്നങ്ങളല്ലല്ലോ. വൃക്ഷത്തിന്റെ ചൂട്ടിലൊഴിച്ച വെള്ളം ശാഖകൾക്കും ഇലകൾക്കും എല്ലാം ഉപയോഗപ്പെടുന്നു എന്നും ഉദരത്തിന് ഭക്ഷണം നൽകുന്നത് കൊണ്ട് ശരീര അവയവങ്ങൾക്കെല്ലാം ഊർജം വിതരണം ചെയ്യപ്പെടുന്നുവെന്നും അയാൾക്ക് നന്നായി അറിയാം. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾ എല്ലാവരെയും സേവിക്കുന്നു. അതുകൊണ്ട് അയാൾ എല്ലാവർക്കും പ്രിയങ്കരനുമാണ്. തന്റെ പ്രവൃത്തികൾ ഏവരെയും തൃപ്തിപ്പെടുത്തുന്നതിനാൽ അയാൾ നിർമ്മല പ്രജ്ഞനാണ്. അവബോധം ശുദ്ധമാകയാൽ മനസ്സും പൂർണ്ണമായി നിയന്ത്രിതമാണ്. തന്മൂലം ഇന്ദ്രിയങ്ങളും നിയന്ത്രിതങ്ങൾ തന്നെ. അയാളുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനിൽ ഉറച്ചതാകയാൽ കൃഷ്ണനിൽ നിന്ന് വേറെ പ്രശ്നമേ ഇല്ല. ഭഗവത് സേവനത്തിനൊഴികെ മറ്റൊന്നിലും അയാളുടെ ഇന്ദ്രിയങ്ങൾ ഒരു കാരണവശാലും വ്യാപരിക്കുകയില്ല. കൃഷ്ണനെ കുറിച്ചുള്ള അല്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുകയില്ല. കൃഷ്ണന്റെ പ്രസാദമല്ലാത്ത എന്തെങ്കിലും ഭക്ഷിക്കുവാനോ ഇഷ്ടപ്പെടില്ല. കൃഷ്ണനുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുവാനോ അയാൾക്ക് താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് അയാളുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിതങ്ങളാണ്. ഇന്ദ്രിയദമനം സാധിച്ച മനുഷ്യൻ ആരോടും ഒരു അപരാധവും ചെയ്യുകയില്ല. എന്നാൽ അർജുനൻ യുദ്ധത്തിൽ അപരാധം ചെയ്തില്ലേ? അർജുനന് കൃഷ്ണാബോധം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചേക്കാം. അർജുനൻ ഉപരിപ്ലവമായി മാത്രമേ അപരാധം ചെയ്തുള്ളൂ. 2-ാമത്തെ അധ്യായത്തിൽ പ്രസ്താവിച്ചതുപോലെ ആത്മാവ് വന്ധ്യനല്ലെന്നിരിക്കെ യുദ്ധഭൂമിയിൽ സമ്മേളിച്ച ആർക്കും വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. ആധ്യാത്മിക ദൃഷ്ടിയ കുരുക്ഷേത്രത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. അവിടെ സന്നിഹിതനായിരുന്ന കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ച് അവരുടെ ഉടുപ്പുകൾ മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അർജുനൻ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുകയായിരുന്നില്ല. അദ്ദേഹം തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണന്റെ കൽപ്പന നിറവേറ്റുകയായിരുന്നു. ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളെ കർമ്മഫലങ്ങൾ ബാധിക്കുകയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിപൂർവ്വം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയുമില്ല. നമ്മൾ ഇതിന് നല്ല ഒരു ഉദാഹരണമുണ്ട്. ആരാണെന്ന് പറയാമോ? ജ്ഞാനാംബി മാതാജി ഇത്രയും നാൾ എവിടെയായിരുന്നു? മാതാജി ഒരു പോക്ക് പോയിട്ട് അങ്ങ് ഞാനോർത്ത് ഇനി വൃന്ദാവനത്തിൽ എങ്ങാനും പോയി താമസിച്ചിരിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു. അല്ല പ്രഭു, പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ ശാരീരിക അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കുടുംബക്ഷേത്രമുണ്ട്. അതിന്റെ പ്രസിഡന്റ് ആക്കി എന്നെ വെച്ചു. അതിന്റെ പ്രതിഷ്ഠയായിരുന്നു 26-ാം തീയതി. എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പ്രതിഷ്ഠ കഴിച്ചു. പിന്നെ ഇന്നലെ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ഗുരുവാശ്രയ ഇന്നലെ കിട്ടി തന്നു അവിടെ വെച്ച്. അവിടെ അവിടെ ഭയങ്കര വിശേഷമായിരുന്നു ഇന്നലെ. ഭയങ്കര ഇത് ഭഗവാൻ അഭിഷേകവും ഹോമവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഹോമത്തിൽ പങ്കെടുത്തു. അപ്പൊ അങ്ങനെ ഈ അമ്പലത്തിന്റെ പ്രശ്നം കൊണ്ട് എനിക്ക് ആകെ ഒരു ഇതായിരുന്നു. പിന്നെ അത് കാരണം 26-ാം തീയതി കഴിഞ്ഞു. അതിന്റെ ക്ഷീണമായ ഭയങ്കര. കാരണം എല്ലാ ബിന്ദുവീടുകളിലും പോകുകയും പൈസ ഇതൊക്കെ ഉണ്ടാക്കണ്ടേ പ്രഭു? 8 ലക്ഷം രൂപ ആയി എല്ലാത്തിനും കൂടെ. ഞാനെടുത്തില്ല, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. പക്ഷെ അതല്ല, നമ്മൾ അവരെല്ലാം സംഘടിച്ചുകൊണ്ട് വന്ന് ഇത് ഉണ്ടാക്കുക അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എല്ലാം അമ്മയുടെ കൃപ കൊണ്ട് നടന്നു. അതെനിക്ക് വലിയൊരു ഇതായി, വലിയ ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രശ്നമായി. വേറെ ഹെൽപ്പില്ല. എല്ലാരും ഓക്കെ എന്ന് പറയത്തേ ഉള്ളൂ. നമ്മൾ തന്നെ വേണം അതൊക്കെ ചെയ്യാൻ. അതെല്ലേ. അത് സേവയ്ക്ക് ഒരു ഭഗവാൻ ഒരു സാധ്യത തന്നല്ലോ. അത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുക. നമ്മള്
3-4 പ്രാവശ്യമായി അത് പിന്നാട്ടെ എങ്ങനെയൊക്കെയോ തടസ്സം വന്നു. എന്തായാലും ഇന്നലെ അത് കിട്ടി. ജയസാക്ഷി പ്രഭു തന്നു തന്നല്ലേ? ഹരേ കൃഷ്ണ. സർട്ടിഫിക്കറ്റ്. അതെ അല്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് മാതാജിക്ക് വേണ്ടിട്ട് 3 പ്രാവശ്യം മാതാജിക്ക് ഗുരുവാസരയൊക്കെ കിട്ടി. അപ്പം മാതാജിക്ക് വേണ്ടി 3 പ്രാവശ്യം ഇനി ഉടനെ തന്നെ ദീക്ഷയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഭക്തിയുത സഞ്ചാരത്തില് മാതാജിക്കുള്ള എന്താണ് ദുരിതങ്ങളും ദുഃഖങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറ്റി കിട്ടാൻ 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന ആരുടെ കാര്യമായിരുന്നു? ഏത് 2-3 ഉദാഹരണങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മളുടെ പുരാണങ്ങളിലൊക്കെ തന്നെ. അതിലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് ആരുടെയും അംബരീഷനാണ്. അംബരീഷ് മഹാരാജാവ് അല്ലെ നമ്പർ 1 ഉദാഹരണം. പിന്നെ വേറെ ആരാണ്? അംബരീഷനെല്ലാം ജനക മഹാരാജാവ്, സീതാദേവിയുടെ അച്ഛൻ ജനക മഹാരാജാവ് അല്ലെ. ഇങ്ങനെ നമ്മള് പുരാണങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാനായിട്ട് സാധിക്കും അല്ലെ. അംബരീഷ് മഹാരാജാവ് എന്താണ് ചെയ്തിരുന്നത്? രാജ്യകാര്യങ്ങളിലൊക്കെ അദ്ദേഹം എന്താണ് ചെയ്തിരുന്നു അല്ലെ. രാജ്യത്തൊന്നും ജനങ്ങൾക്ക് യാതൊരു അദ്ദേഹം ഒരു ക്ഷത്രിയനാണ് അല്ലെ. ഒരു ക്ഷത്രിയൻ എങ്ങനെ രാജർഷിയായിട്ട് മാറാം എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തല്ലേ. അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ രാജ്യത്തെ പ്രജകള് മുഴുവനും ഏകാദശി വ്രതം എടുത്തിരുന്നു. മുഴുവനും പേരും വിഷ്ണു ഭക്തരാക്കി അല്ലെ. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ദിവ്യജ്ഞാനങ്ങളൊക്കെ ആർക്കാണ് ഉപദേശിച്ചു കൊടുത്തത്? ക്ഷത്രിയർക്കാണ് ഉപദേശിച്ചു കൊടുത്തത് അല്ലെ, രാജാക്കന്മാർക്ക്. ഭഗവാൻ ഈ അതീന്ദ്രിയജ്ഞാനം ആർക്കാണ് ഉപദേശിച്ചു കൊടുത്തത്? ആദ്യം സൂര്യദേവനായ വിവസ്വാന്. പിന്നെ വിവസ്വാൻ ആർക്ക് ഉപദേശിച്ചു? മനു, ഇക്ഷ്വാകു, പിന്നെ അപ്പൊ അങ്ങനെ ആ ഒരു പരമ്പര സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് വീണ്ടും ദ്വാപരയുഗത്തിൽ ഭഗവാൻ വന്ന് അർജുനനായിക്കൊണ്ട് വീണ്ടും ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് അല്ലെ. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു ബിന്ദു മാതാജി കാര്യമായിട്ടുണ്ട്. ഹരേകൃഷ്ണ മാതാജി ഒന്ന് പരിചയപ്പെടുവാണെങ്കിൽ നന്നായിരുന്നു. ഞാൻ പറഞ്ഞതോ ബിന്ദുമണി മാതാജി അല്ലേ? ഞാൻ പറഞ്ഞതാവും ചിലപ്പോ. ബിന്ദുമണിയാണോന്ന് എനിക്ക് ഇതിൽ ബിന്ദു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അറിയില്ല. ഇനി ഇവിടെ തന്നെ ഉണ്ട് 2-3 ബിന്ദു. ഇനി അവര് വർഷത്തിൽ ഒന്നൊക്കെ കയറുന്നവരാണ്, അതുകൊണ്ട് അതാണോന്നും അറിയില്ല. ക്യാമറ ഒന്നും ഓൺ അല്ല, അത് കാരണം അറിയില്ല. ഓക്കെ, നമുക്കപ്പം അംബരീഷ് മഹാരാജ് എന്തായിരുന്നു ചെയ്തിരുന്നത്? അംബരീഷ് മഹാരാജാവ് അദ്ദേഹം ഭക്തിയുത സേവനം ചെയ്തിരുന്നു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് മുൻപില് അത്രയും വലിയ പണ്ഡിതനും ജ്ഞാനിയും ഭഗവാന്റെ തന്നെ അംശാവതാരമായ ദുർവാസാവ് എന്നാണ് തോറ്റുപോയ കഥയൊക്കെ നമുക്കറിയാം അല്ലെ. അംബരീഷ് മഹാരാജാവ് എന്താണ് ചെയ്തിരുന്നത്? എല്ലാ ഏകാദശിയും ഗംഗാതീരത്ത് പോയിരുന്നിട്ട് ആശ്രമത്തിൽ ഈ ദർഭ വിരിച്ച തറയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. തലേദിവസം മുതൽ 3 ദിവസമാണ് അദ്ദേഹത്തിന്റെ ഏകാദശി. തലേദിവസം ഒരു നേരം എന്താണ് ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം എന്താണ് പൂർണ്ണമായിട്ട് നിർജ്ജലം എടുത്ത് ദർഭ വിരിച്ചതിൽ ഉറങ്ങാതെ 24 hours ഉറങ്ങാതെയായിരുന്നു അദ്ദേഹം ഇരുന്നത്. തലേദിവസം എന്താണ് ദർഭ വിരിച്ച് കിടക്കും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, സ്വാഗതം. ആദ്യമായിട്ട് കയറുന്നതാണ്, എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതെയോ? ഇപ്പൊ പഠിച്ചോ എങ്ങനെയാ കയറുന്നതെന്നൊക്കെ? അല്ല, എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഫോണിനെ, അപ്പൊ അത് ശരിയാക്കി. ഇപ്പൊ മോള് ശരിയാക്കി തന്നു. അതെ, എന്തായാലും സന്തോഷം. ശോഭന മാതാജി പറഞ്ഞ ആളാണ് ഞാൻ. അതെ. എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ ഈ നമ്മുടെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു, വർഷത്തിൽ ഒന്നൊക്കെ കയറുന്ന ഒരു ബിന്ദു മാതാജി ഉണ്ടേ. അപ്പൊ ഞാൻ ഇനി അതാണോ എന്ന് വിചാരിച്ചു. വീഡിയോ ഓൺ ആക്കാതല്ലേ ഇരിക്കുന്നത്, കാരണം ആരാന്ന് അറിയില്ലല്ലോ. അതെ, അപ്പൊ എന്തായാലും സ്വാഗതം. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മാതാജിക്ക് സ്വാഗതം. ഞങ്ങളിങ്ങനെ വെറുതെ ചർച്ച ചെയ്ത് പോവുകയാണ്. എന്തെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് ഭഗവാന്റെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പൊ മാതാജിയും കൂടെ കൂടുക. ഒരുപാട് സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കണ്ടത് ആ അംബരീഷ് മഹാരാജാവ് ആ, എന്താണ് ചെയ്തിരുന്നത്? ആ ആ ഏകാദശിയൊക്കെ അനുഷ്ഠിച്ചിരുന്നത് അങ്ങനെ അത്രയും 3 ദിവസം, പിറ്റേ ദിവസം പാരണ വീടുന്നത് ഒരു തുള്ളി ഗംഗാജലം ഒക്കെ കഴിച്ചിട്ടാണ് അല്ലെ. അതും വെറുതെ അല്ല ഇരിക്കുന്നത്, കഥകൾ കേട്ടോണ്ടാണ് ഇരിക്കുന്നത് അല്ലെ. അനേകായിരം ഉം. ഈ യോഗികളും അതുപോലെ സന്യാസി വര്യന്മാരുമായിട്ടുള്ള ഈ സത്സംഗികളുടെ കൂടെ ഇരുന്ന് സംഘം ചേർന്നിട്ട് അവിടെ ഇരുന്ന് ഭജനയും കീർത്തനമായിട്ടിരുന്നാണ് കൂടുന്നത്. വെറുതെ ഏകാദശി കൂടുവല്ല ചെയ്യുന്നത് അല്ലെ. വെറുതെ കിടന്ന് ഉറങ്ങി ചിലര് ഏകാദശി എടുക്കുന്നവരുണ്ട്. എന്ത് കാര്യം അല്ലെ. ചിലർ നോയമ്പെടുത്തിട്ട് ഫുൾ ടൈം കിടന്ന് ഉറങ്ങും, എന്നിട്ട് ഉണർന്നു കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഭക്ഷണം ഇഷ്ടാനുസരണം വെട്ടി കഴിക്കും. അങ്ങനെ നോയമ്പെടുത്തിട്ട് എന്ത് കാര്യം? അപ്പൊ ഉറങ്ങാനേ പാടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ നോയമ്പെടുക്കുന്ന ദിവസമാണ് നമുക്ക് ഉറക്കം വരുന്നത്. പക്ഷെ ആ ഉറക്കം കടിച്ചു പിടിച്ച് നിർത്തുക എന്നുള്ള ഒരു ത്യാഗമാണ് നമ്മൾ ചെയ്യേണ്ടത് വ്രതം എടുക്കുന്ന ദിവസം. നമുക്കറിയാം, നിദ്രാദേവി ഭയങ്കരമായിട്ട് കടാക്ഷിക്കും വ്രതം എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ, എടുത്തടിച്ച പോലെ കിടന്നുറങ്ങും. പക്ഷെ ഇദ്ദേഹം എന്തായിരുന്നു ചെയ്തിരുന്നത്? ജലപാനം പോലും ഇല്ലാതെ 24 hours ഭജന കീർത്തനങ്ങളുമായിട്ട് ഇരിക്കുകയായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ രാജ്യത്തിന് എന്തെങ്കിലും ശത്രുക്കൾ ആരെങ്കിലും ആക്രമിച്ചോ? ഇല്ല. അതുപോലെ തന്നെ ഇല്ല. പ്രജകൾ ആരെങ്കിലും വഴിവിട്ടു പോയോ? അല്ലെങ്കിൽ ഇല്ല. രാജാവ് കീർത്തനവും ഭജനയൊക്കെ ആയിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പരാതി ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഇന്ദ്രന് സമമായിട്ട് എത്തും, ഇന്ദ്രൻ ലോകം പിടിക്കുമെന്ന് വെച്ച് ഇന്ദ്രൻ എന്ത് ചെയ്തു? ദുർവാസാവിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ദുർവാസാവിന്റെ അവസ്ഥ നമ്മളെല്ലാം കണ്ടതല്ലേ. ത്രിലോകങ്ങൾ ഓടി, ത്രിമൂർത്തികളുടെ അടുക്കൽ ഓടിച്ചെന്നു. അവിടെ നിന്നൊന്നും ഒരു സഹായവും കിട്ടിയില്ല. അവസാനം അംബരീഷ് മഹാരാജന്റെ അടുക്കൽ തന്നെ വന്നു. അപ്പോഴും ആ ഒരു അംബരീഷ് മഹാരാജന് മഹത്വം നോക്കിക്കോണം. നമ്മൾ ഇവിടുത്തെ 1 വർഷം ആരോടി? ദുർവാസാവ് ഓടി. ഉപരിലോകങ്ങളിൽ അത് 1 ദിവസമാണ് ദേവന്മാരുടെ അടുക്കല്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ആ 1 വർഷക്കാലം മുഴുവനും എന്താണ്? വീട്ടിൽ പോകാതെ, രാജ്യത്തിൽ പോകാതെ, ഈ ദർഭ വിരിച്ച ഈ മണ്ണ് കൊണ്ടുണ്ടാക്കി കുടിലിൽ ഗംഗാതീരത്ത് എന്താണ്? വെറും ഗംഗാജലം മാത്രം കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ 1 വർഷക്കാലത്തോളം അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. കാര്യം എന്താണ് ചെയ്തത്? അദ്ദേഹം അപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പരമഭക്തൻ എന്താ വിചാരിച്ചത്? ഞാന് ഇത്രയും വലിയ ഋഷിവര്യനെ ഇട്ട് ഓടിക്കാൻ ഇടയാക്കിയല്ലോ ഞാൻ കാരണം എന്നാണ് വിചാരിച്ചത്. തെറ്റ് ചെയ്തത് ഞാനാണ്, ദുർവാസാവ് അല്ല തെറ്റ് ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തതെന്നാണ് അദ്ദേഹത്തിന്റെ ഭാവം അല്ലെ. അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാതെ ഞാന് പാരണ വീട്ടി ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ ഞാൻ പാരണ വീട്ടിയല്ലോ. ഞാൻ അതിഥിയായിരുന്നു, ഞാൻ എന്താണ് കൂടുതൽ കണക്കാക്കേണ്ടത് അല്ലെ. പാരണ വിടുന്നതിനേക്കാൾ നല്ലത് അതിഥി ദേവോ ഭവ എന്നായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. അതിഥിയെ സൽക്കരിച്ചിട്ട് വേണമായിരുന്നു ഞാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരാതെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അത്രയും ഋഷിമാരെ ഒരുമിച്ച് നിർബന്ധിച്ചിട്ടും ഇദ്ദേഹം എന്താണ്? ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നു. അപ്പൊ അതാണ് ആ ഒരു ഭക്തന്റെ ഒരു മഹിമ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിശുദ്ധാത്മാക്കളും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ നമുക്ക് എത്ര ദിവസം നമുക്ക് ഭക്ഷണം പിടിച്ചു നിർത്താൻ പറ്റും? നമുക്ക് ഒരു ദിവസം വ്രതം എടുക്കാൻ പറഞ്ഞാൽ പോലും നമുക്ക് പറ്റത്തില്ല അല്ലെ. ഒരു ദിവസം വ്രതം. ഇന്നലെ നിർജ്ജല എടുത്തവർ എത്ര പേരുണ്ട്? 7 മണി വരെ, രാവിലെ ഒരു 5 മണി തൊട്ട് വൈകുന്നേരം ഒരു 7 മണി വരെ നിർജ്ജല എടുത്തവർ എത്ര പേരുണ്ട്? ഇല്ല, ആർക്കും പറ്റുന്നില്ല അല്ലെ. ഒരാൾക്കും പറ്റത്തില്ല. അത് അത്രയ്ക്കും വലിയ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഓരോരുത്തരും. മെഡിസിൻ കഴിക്കണം, എന്താണ്? വെള്ളം ഉപയോഗിക്കണം. അപ്പൊ വ്രതം മുടിഞ്ഞു അല്ലെ. ഇന്നലെ നരസിംഹ ചതുർദശി ആയിരുന്നു. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, നമുക്ക് അതിന് പോലും സാധിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു മഹാനുഭാവന്മാരെയൊക്കെ നമ്മൾ കണ്ടു പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്, അങ്ങനെയുള്ള ആൾക്കാർ അല്ലെ. അതുകൊണ്ട് നവവിധ ഭക്തിയും ഒരേപോലെ ആർക്ക് ഉണ്ടോ എല്ലാം കൂടെ കൂടി ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്നതാണ് അംബരീഷ് മഹാരാജാവ്. അതുപോലെ സീതാദേവിയുടെ അച്ഛനായ ജനക മഹാരാജാവും ഒരു രാജർഷിയായിരുന്നു. അദ്ദേഹം രാജാവ് ഋഷി തുല്യനായിട്ടുള്ള ജീവിതം ജീവിച്ച ആളായിരുന്നു. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പണ്ഡിത സമദർശന, അതായത് ഒരു ഈ ഭഗവാന്റെ സൃഷ്ടിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും, മണ്ണിനെയും മരങ്ങളെയും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളെയും, പുഴുവിനെയും കൃമിയെയും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളിൽ ക്രൂരമൃഗങ്ങളാണെങ്കിൽ അല്ലാത്ത മൃഗങ്ങളിലാണെങ്കിൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും. ചണ്ടാളനെന്നോ ഭിക്ഷകനെന്നോ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ഭേദമില്ല. ഒരു രാജാവ് എന്റെ കർത്തവ്യമാണ് എല്ലാവരെയും. അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഈ ക്ഷത്രിയന്മാരായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തത് അല്ലെ. അവര് രാജാവിന് എന്താണ്? തന്റെ പ്രജകളെല്ലാം ഒരുപോലെ, പ്രജകൾ എന്ന് പറഞ്ഞാൽ രാജ്യവും പ്രജകളും അവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ ജീവജാലങ്ങളും. അതുകൊണ്ടാണ്
നമോ ബ്രഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ എന്ന് പറയുന്നത്. എന്താണ് നമോ ബ്രാഹ്മണ്യ ദേവായ? അതായത് ബ്രാഹ്മണരെയും പശുക്കളെയും ഗോ ഗോ എന്ന് പറയും. ഗോ ബ്രാഹ്മണ ഹിതായച്ച, ബ്രാഹ്മണരുടെയും പശുക്കളുടെയും ഹിതം ആണ് ഭഗവാന്റെ ഹിതം. അപ്പൊ ഇത് പാലിക്കാൻ വേണ്ടി ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ശരിക്കുള്ള ഒരു രാജാവ് ചെയ്യേണ്ടത്. ശരിക്കും ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ക്ഷത്രിയനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു രാജ്യം പരിപാലനം ചെയ്യുന്ന ആള് എന്ത് ചെയ്യണം? ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ ആരാണ്? ബ്രാഹ്മണരെയും ഗോക്കളെയും. അപ്പൊ അതെന്തുകൊണ്ടാണ് ഭഗവാൻ ഉടനെ നമ്മൾ ചോദിക്കും, ഭഗവാന് പാർഷ്യാലിറ്റി ആയോ? അത് എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ? ഭഗവാൻ എന്താ കാളയോട് ഇഷ്ടമില്ലേ? അല്ലെങ്കിൽ കാള എന്ന് പറഞ്ഞാൽ പശുവിന്റെ വർഗത്തിൽപ്പെട്ടാണ്. അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളോട്, മാനിനെയും മയിലിനെയും അങ്ങനെയുള്ളതിനെ ഒന്നും ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ സിംഹത്തിന് എന്താ ഇഷ്ടമില്ലാത്തത്? ഇതൊക്കെ ഭഗവാന്റെ സൃഷ്ടിയല്ലേ എന്നൊക്കെ ഉടനെ ചോദിക്കും അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ബ്രാഹ്മണരെന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ബ്രഹ്മജ്ഞാനം കിട്ടിയ ആൾക്കാരെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരെയാണ് ബ്രാഹ്മണരെന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പം വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കുടുംബത്തിൽ പിറന്ന് ഒരു അച്ഛന്റെ, ഒരു ബ്രാഹ്മണന്റെ മകനായി ജനിച്ച ഒരു വ്യക്തിയല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ പശു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ അമ്മ പെറ്റമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം ആർക്കാണ്? ഗോമാതാവിനാണ്. അപ്പൊ അതുകൊണ്ടാണ് പശുവിനെ ഭഗവാൻ അത്ര ഇതായിട്ട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗോലോകം എന്ന് തന്നെയാണ് ഭഗവാന്റെ ധാമത്തിന്റെ പേര്, വേറൊന്നും അല്ലല്ലേ? ഗോലോകം. അപ്പം എത്രമാത്രം ഇഷ്ടമാണ് ആ പശുവിനെ കൊന്ന് തിന്നുന്ന ആരെങ്കിലും ഭഗവാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ? ആ പശുവിനെ തിന്നുന്ന, പശുവിന്റെ മാംസം കഴിക്കുന്ന, അതുകൊണ്ടാണ് നിങ്ങൾ ഈ മാംസാഹാരത്തിൽ പ്രത്യേകിച്ച് എന്താണ് ഈ പറയുന്ന ബീഫ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കരുതെന്ന് പറയും. ദയവ് ചെയ്ത് ഈ നമ്മുടെ സത്സംഗത്തിൽ കയറുന്ന ആൾക്കാർ ആരും തന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും ഈ പ്രത്യേകിച്ച് ഈ ഒരു സാധനം, കാര്യം അതിനുകൊണ്ട് പശുവിന്റെ ഇറച്ചി വരുന്നുണ്ടോന്ന് പറയത്തില്ല. മഹാപാപമായിരിക്കും, മഹാപാപം. ഭഗവാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അപ്പൊ ഉടനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇറച്ചി വെട്ടുന്ന ആൾക്കാർക്ക് ഇതിനെ കൊല്ലുന്നവർക്കൊന്നും ഇല്ലെന്ന്. അവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ അറിയുന്നുണ്ടോ അല്ലെ? അതൊക്കെ ആരാണ് നോക്കുന്നത്? ഭഗവാനെ നോക്കും. അവരെ ഒന്നും ഭഗവാൻ ഈ അടുത്ത ജന്മത്തിലെങ്ങും കൊണ്ടുവരില്ല. ഇവിടെ കിടന്ന് നരകിക്കേണ്ടി വരും ജന്മങ്ങൾ എടുത്തിട്ട്. അതുപോലെ തന്നെ മൃഗജന്മത്തിലേക്കായിരിക്കും അവരൊക്കെ അല്ല പ്രഭു, പോകുന്നത്. പ്രഭു ഈ കൊല്ലുമ്പോഴെങ്ങാണ്ട് ചെവി പറയുമെന്നാ പറഞ്ഞ, അടുത്ത ജന്മം നീ എന്നെ കൊല്ലുമെന്നോ ഏതാണ്ട് ചെവി പറയുമെന്ന് അത് നാളെ കേട്ട് ഞാൻ. അത് ഈ ബലി അർപ്പിക്കുന്ന മൃഗങ്ങൾക്കാണ്. അന്നേരമാണോ? ശരി. ഉം. ബലി അർപ്പിക്കുന്ന സമയത്താണ് അടുത്ത ജന്മം ഞാൻ നിനക്ക് അവസരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള മൃഗബലി എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അത് അന്നത്തെ കാലത്ത് പറഞ്ഞിരിക്കുന്ന ഓരോരോ സാഹചര്യങ്ങളിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോഴും ആപ്ലിക്കബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ഗോഹത്യ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്? വളരെ വലിയ ബ്രഹ്മഹത്യാ പാപത്തെക്കാളും വലിയ ഒരു പാപമാണ്. ഒരു കഥ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു അറവശാലയിൽ നിന്ന് ഒരു പശു എന്ത് ചെയ്തു? കയറ് പൊട്ടിച്ച് അവിടുന്ന് ചാടി ഇങ്ങ് പോന്നു. പശുവിനെ അറക്കാനായിട്ട് നിർത്തിയിരിക്കുകയായിരുന്നു. അത് അവിടെ നിന്ന് കയറ് പൊട്ടിച്ച് ചാടി പോകുന്നു. അപ്പൊ അറവുകാരൻ ഈ പശുവിനെ തപ്പി നടക്കുകയാണ്. അപ്പൊ പശു എന്ത് ചെയ്തു? ഇങ്ങനെ ഓടി വരുന്നത് കണ്ടു ഒരു ബ്രാഹ്മണൻ. വളരെ സത്യസന്ധനായ ഒരു ബ്രാഹ്മണനാണ്. അതായത് ഒരു അസത്യം പോലും ബ്രാഹ്മണൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ജീവിതത്തിൽ അല്ലെ? പരമഭക്തനുമാണ്. പക്ഷെ ഭയങ്കര സത്യസന്ധനുമാണ്. അപ്പം എന്ത് ചെയ്തു? ഈ പശു ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു. അപ്പം ഇദ്ദേഹം ഈ ഇറച്ചി വെട്ടുകാരൻ ഓടി വന്ന്, ഒരു പശു എന്റെ അടുക്കൽ നിന്ന് കയറ് പൊട്ടിച്ച് ഓടി ഇതുവഴി എങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം ആകെ ഒരു ആശയക്കുഴപ്പത്തിലായി. എന്ത് പറയും? അതായത് ഞാൻ ഈ പശുവിനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗോഹത്യ എന്ന് പറഞ്ഞൊരു പാപം കിട്ടും. അതുപോലെ കാണിച്ചു കൊടുത്തിട്ടില്ല ഞാൻ നുണയൻ എന്നുള്ള ഒരു ഇത് കിട്ടും അല്ലെ? നുണയൻ എന്ന് പറഞ്ഞാൽ അസത്യം പറഞ്ഞു എന്നുള്ള ഇത് വരും. അപ്പൊ ഇത് ഇങ്ങനെ ആശയക്കുഴപ്പം ഇരുന്ന സമയത്ത് അദ്ദേഹം അവസാനം എന്ത് ചെയ്തു? സത്യസന്ധതയ്ക്കാണ് സത്യം പരം ധീമഹി അല്ലെ? സത്യം, പരമസത്യം അല്ലെ? സത്യം മാത്രം പറയുക. അത് ആ ജീവിയുടെ വിധിയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? സത്യം പറഞ്ഞു. ഇതാണ് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പശുവിനെ ആ അറവുകാരൻ കൊണ്ട് കഴുത്തറത്ത് കൊന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണന് എന്ത് ചെയ്തു? ബ്രാഹ്മണൻ എവിടേക്കാണ് പോയത്? നരകത്തിലേക്കാണ് പോയത് അല്ലെ? നരകത്തിലേക്ക് പോയിട്ട് ഈ ബ്രാഹ്മണന് കിട്ടിയ പീഡകൾക്ക് കൈയും കണക്കുമില്ല.
എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പീഡ ചെയ്യുന്നത്? ഞാൻ സത്യസന്ധമായിട്ട് ജീവിച്ചു, പരമ സത്യമാണ് ഞാൻ ചെയ്തതെന്നൊക്കെ അവിടെ യമലോകത്ത് പറഞ്ഞപ്പോൾ എന്താണ് കൂടുതൽ അടിയാ കിട്ടിയത് അല്ലേ? ഒരു മിണ്ടാപ്രാണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അസത്യം പറയുന്നത് കൊണ്ട് അല്ല യാതൊരു ആ യാതൊരു ക- കുഴപ്പമില്ല. ആ കഥ തന്നെ പ്രഭു നമ്മുടെ പിന്നെ ഗോദാവരി നദിയുടെ ഏം, ഗോമതി ഗോമതി നദിയുടെ സൈഡിലാണ് ഈ ബ്രാഹ്മണൻ ഇരുന്നത്. അപ്പം ഇവന് ഒരു ഒരു വേറൊരു മുനി വന്നിട്ട് അയാളോട് ചോദിച്ചു. അയാൾക്ക് പിന്നെ ഇത് അയ്യോ ഗോമതി നദി ഈ അത് ദുർവാസാവല്ലേ വേറെ ഗൗതമൻ മഹർഷി വന്നിട്ട് ചോദിച്ചു, എന്താ ബ്രാഹ്മണ നീ ഇങ്ങനെ ഇരിക്കുന്നത്, എന്ത് പറ്റി? അപ്പൊ ഇയാൾക്ക് എഴുന്നേക്കാൻ വയ്യ, എടുക്കാൻ വയ്യ, ഒന്നും അവിടെ ഇരുന്നിടത്ത് തന്നെ അങ്ങ് ഇരിക്കുക, മഹാരോഗങ്ങൾ ഒരുപാട്. അന്നേരം പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ രോഗം വന്നിരിക്കുകയാണ്, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാനൊരു പശു ഇങ്ങനെ പോയപ്പം ഇങ്ങനത്തെ വഴി പോയി എന്ന് മാത്രം പറഞ്ഞു കൊടുത്ത കള്ളവല്ല, സത്യമാണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, പിന്നെ അങ്ങനെയാണെങ്കിൽ നീ ഗംഗയിൽ പോയി കുളിക്ക്, നിന്റെ എല്ലാ അസുഖവും മാറുമെന്ന് പറഞ്ഞു. ഗംഗയിൽ പോട്ടെ, എനിക്കൊന്നും പിന്നെ മഹർഷി എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ വയ്യെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നിനക്ക് വയ്യ, ഞാനൊരു കാര്യം ചെയ്യാം, ഗംഗയെ നിന്റെ അടുത്തോട്ട് വരുത്താന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗാദേവിയെ പ്രാർത്ഥിച്ച് ഈ പിന്നെ ബ്രാഹ്മണന്റെ അടുത്തൂടെ അദ്ദേഹത്തിനെ മുട്ടി അത് പോയി. അദ്ദേഹം അതിൽ മുങ്ങി കുളിച്ച് മുങ്ങിയപ്പോൾ അയാളുടെ അസുഖം എല്ലാം പോയി. അതാണ് ഗോമതി നദി എന്നാണ് പറയുന്നത്, ഇതെല്ലാം ഓക്കെ, ഈ അതെനിക്ക് ബ്രാഹ്മണ എന്ന് അറിയില്ലായിരുന്നു. പറയുന്നത്. കാരണം ജസാക്ഷി പ്രഭു പറഞ്ഞു തന്ന ഇതേ കഥ തന്നെ. ഞങ്ങൾ അന്ന് അവിടെ അതല്ലേ, പോയി ആ നദി ഞങ്ങൾ കുളിക്കുകയും ചെയ്തു. വിളിക്കുകയും ചെയ്തല്ലേ. ഓക്കെ, എല്ലാ ഗൗതമ പാവങ്ങളും തീരട്ടെ മാതാജി. അങ്ങനെ അപ്പൊ അങ്ങനെ ഈ ഗോഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പാപമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായി അല്ലേ? അപ്പൊ ഈ ഭഗവാന് അതെ. ഇഷ്ടമുള്ള ബ്രാഹ്മണരും ഗോക്കളും ആരാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? ഭഗവാന് എന്നാ ആ ഒരു ശ്ലോകം എങ്ങനെയാണ് അതെല്ലാവരും പഠിച്ചോണം. എന്താണ്? നമോ ആ, നമോ ബ്രഹ്മണ്യ ദേവായ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ഗോബ്രാഹ്മണഹിതായ ച ജഗത് ഹിതായ ജഗദ്ഹിതായ കൃഷ്ണായ കൃഷ്ണായ ഗോവിന്ദായ ഗോവിന്ദായ നമോ നമോ നമഃ. നമഃ. നമോ ബ്രഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഈ ശ്ലോകം എല്ലാവരും പഠിച്ചോണം. അതായത് അത്രയ്ക്ക് വലിയ ഇഷ്ടമാണ്. കാര്യം എന്താണ്? ആ ഗോക്കള് സാധാരണക്കാരൊന്നും അല്ല. അതുപോലെ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന ഗോക്കളൊന്നും എന്താണ്, അവര് വർഷങ്ങളായിട്ട് ഭഗവാന്റെ കൂടെ സംഘം ആഗ്രഹിക്കുന്ന ഋഷിവര്യന്മാരായിരുന്നു അല്ലെ? അവർ ഗോക്കളായിട്ട് അവിടെ വന്നത് സാധാരണക്കാരൊന്നും അല്ല, വൃന്ദാവനത്തിലെ പശുക്കൾ അല്ലെ? ഇപ്പോഴും അവിടെ എന്താണ്, ആൾക്കാര് പശുവിനെ കണ്ടുകൊണ്ടാണ് ഇറങ്ങുന്നത്. വീടിന് മുൻപിൽ എന്താണ്, പശുത്തൊഴുത്താണ് വീടിന്റെയൊക്കെ മുൻപിൽ. അവര് വാതിൽ തുറക്കുമ്പോഴും പശുവിനെ കണി കണ്ടുകൊണ്ടാണ് അവര് തുറക്കുക. അത്രയ്ക്ക് ആണ് പശുവിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ? അവിടെ ഒരാളും ഗോമാതാവിനെ ഉപദ്രവിക്കത്തില്ല. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയില്ല, വഴിയൊക്കെ വളരെ ഫ്രീ ആയിട്ടുണ്ട്, ഒരാൾ പോകുന്നു പോലും പറയില്ല. അത്രയ്ക്ക് വലിയ ബഹുമാനവും റെസ്പെക്റ്റും ആണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താണ്, സമൂഹം ഭഗവാൻ എങ്ങനെയാണ്? സമൂഹം സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെയാണ്. അതുപോലെ തന്നെ എന്താണ്, വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. വാസുദേവനാണ് എല്ലാം എന്ന് അറിയുന്ന ആ പണ്ഡിതന്മാര് വളരെ കുറച്ചേ കിട്ടാനുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കും അല്ലെ? പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിപ്പിക്കുകയില്ല. ഏത് തരത്തിലുള്ള കർമ്മം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ദുർവാസാവിന്റെ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി, അദ്ദേഹത്തെ ബന്ധപ്പെടുത്തിയോ? അദ്ദേഹത്തിന്റെ രാജ്യകാര്യങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നോ? അദ്ദേഹം ഉടനെ തന്നെ ആത്മഹത്യ ചെയ്തോ? അല്ലെങ്കിൽ തിരിച്ച് ദുർവാസാവിനെ ശപിച്ചോ? ഒന്നും തന്നെ ചെയ്തില്ലല്ലേ? അദ്ദേഹം വിചാരിച്ചിരുന്നത് എന്താണ്, ഇത് ഞാൻ കാരണം ആ മഹർഷിക്ക് ഇത്രയും, എന്നിട്ട് മഹർഷിയുടെ കാലിൽ വീണിട്ട് ക്ഷമ ചോദിക്കുകയാണ്, അങ്ങേക്ക് ഇത്രയും ഓടേണ്ടി വന്നത് ഞാൻ കാരണമാണെന്ന് അല്ലെ? സുദർശനമൊക്കെ ഇദ്ദേഹത്തെ നമസ്കരിച്ച് ഇദ്ദേഹത്തിന്റെ പാദസേവ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അല്ലെ? ഭഗവാന്റെ അടുക്കൽ നിന്ന് സുദർശനം വന്നിട്ട് ഇപ്പൊ എവിടെ വന്നിരിക്കുകയാണ്? അംബരീഷ് മഹാരാജാവിന്റെ സേവ ചെയ്യാനായിട്ട് വന്ന് നിൽക്കുകയാണ് അല്ലെ? ഭഗവാന്റെ സുദർശനം പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിൽ അല്ലാതായി പോകുന്ന സന്ദർഭങ്ങൾ എങ്ങനെയാണ്? ഇതേപോലെയുള്ള ഭക്തന്മാര് ഉണ്ടാകുമ്പോഴാണ്. ഇതേപോലുള്ള ഭക്തന്മാർ അവതരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സുദർശനം ഭഗവാന്റെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് വിട്ടുപോകും. പിന്നെ എന്താണ് സുദർശനം എങ്ങനെയാണെന്നറിയാം? സുദർശനത്തിൽ സംശയം, ഇതാണോ ഭഗവാൻ അതാണോ ഭഗവാൻ അല്ലെ? ശരിക്കും ഞാൻ ആരുടെ ഇച്ഛയാണ്? ഭഗവാൻ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഭക്തന്മാരെ അല്ലെ? ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് ഭക്തന്മാരെയാണ്. അപ്പൊ സുദർശനത്തിന് സംശയം, ഞാൻ ആരെയാണ് കൂടുതൽ ഉപാസിക്കേണ്ടത്? അപ്പൊ സുദർശനം ഓട്ടോമാറ്റിക്കലി
ആരുടെ അടുക്കലാണ്? ഭഗവാൻ ഏറ്റവും കൂടുതൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ഭക്തൻ എന്ത് സംഭവിച്ചു, ഭക്തൻ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മള് ചെറുതായിട്ട് ഭഗവാനെ വിചാരിച്ച് സ്വല്പം അല്പസ്യ ധർമ്മസ്യ ചെറുതായിട്ട് വിചാരിച്ച് പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ എപ്പോഴും നമ്മളെ പറ്റി ചിന്തിക്കും. നമ്മള് എന്ത് ചെയ്യും? നമുക്ക് ഇത്രയും 24 hours ഉള്ള സമയത്ത് നമ്മളിൽ എല്ലാം ഉണ്ട്. നമ്മൾ എത്ര സമയത്ത് ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ ഭഗവാനായിട്ട് മാറ്റി വെക്കാറുണ്ടോ? ഇല്ല. 5 മിനിറ്റ് ഭഗവാനെ നമ്മൾ ധ്യാനിച്ച് ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ എങ്ങനെയാണ് ഭഗവാൻ നമ്മളെ പറ്റി നോക്കുന്നത്? ഭഗവാൻ കോടാനുകോടി ജീവജാലങ്ങളാണ് ഭഗവാന്റെ മക്കളായിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മളെ ഭഗവാൻ ശ്രദ്ധിക്കണേലും നമ്മളോട് കനിവ് തോന്നണമെങ്കിലും നമ്മൾ വിളിച്ചാൽ അടുത്ത് വരണമെങ്കിലും എന്താണ്? അംബരീഷ് മഹാരാജാവിനെ പോലെയുള്ള ഒരു ഭക്തനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ സർവ്വ ആയുധങ്ങളടക്കം എന്താണ്? അംബരീഷ് മഹാരാജാവിന്റെ പാദസേവ ചെയ്യുകയാണ് അല്ലെ. അംബരീഷ് മഹാരാജാവിനെ സുദർശനം വൈകുണ്ഠത്തിൽ നിന്നല്ല വന്നത്. കാര്യം എവിടെയാണ് ഇരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ ആശ്രമ പരിസരത്ത് ഇദ്ദേഹം ഈ ഗംഗാതീരത്ത് കുടില് കെട്ടിയിരിക്കുകയാണ് അല്ലെ. മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയുണ്ട്, പുല്ലുകൊണ്ട് ഉണ്ട കുടില് കെട്ടിയിരിക്കുകയാണ് അല്ലെ. അതിന്റെ അടുത്താണ് സുദർശനം നിൽക്കുന്നത് തന്നെ. കാര്യം ഭക്തൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനടി രക്ഷിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ബന്ധനത്തിലാണെന്നാണ് നാരദമുനിയോട് ഭഗവാൻ പറയുന്നത് അല്ലെ. ഞാൻ ഒരിക്കലും സ്വതന്ത്രനല്ല എന്ന്. അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും അറ്റാച്ച്മെന്റ് ചെയ്യരുതെന്ന് പറയുന്ന ഭഗവാൻ തന്നെ പറയുന്നത്, ഞാൻ എന്റെ ഭക്തരോട് കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. നമ്മളോടൊക്കെ തന്നെ ഭഗവാൻ എന്താ പറയുന്നത്? ഡിറ്റാച്ച്മെന്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഡിറ്റാച്ച്മെന്റ് ചെയ്യാൻ അതേ ഭഗവാൻ തന്നെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ഭക്തരുടെ മുൻപില് അടിയറവ് പറഞ്ഞിരിക്കുകയാണ് എല്ലാം. അദ്ദേഹം എന്നെ ഭക്തർ വരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുകയാണ് അല്ലെ. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല. അത്രയ്ക്കാണ് ഭഗവാന്റെ ഭക്തന്മാരുടെ ആ ഒരു പൊട്ടൻസി അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ യാതൊരു കർമ്മവും ബന്ധിപ്പിക്കുകയില്ല എന്ന് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ കൂടെ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത 8ാമത്തെ ശ്ലോകം. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ നശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ നശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഇത് രണ്ട് ശ്ലോകം ഉണ്ട് 8ഉം 9ഉം ഇല്ലേ? 8ഉം 9ഉം ഉണ്ടല്ലേ. അടുത്തൂടെ. പ്രലപൻ വിസൃജൻ ഗൃഹ്ണുൻ മിഷൻ നിമിഷന്നവി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. പ്രലൻ വിസൃജൻ ഗൃഹ്ണുൻ മിഷൻ നിമിഷന്നവി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. മാതാജി വായിച്ചോളൂ 2 ശ്ലോകങ്ങൾ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. നൈവ കിച്ചോരമിതി യുക്തോ മന്യതേ തദ്വിദ് പശ്യൻ ഗുണാൻ സ്പൈൻ ജിഗ്രോശൻ ഗജൻ സ്പൻ സ്വൻ സ്വപൻ ശ്വസൻ പ്രബലൻ വിശ്വൻ ഗൃണാവിശ്വൻ നിമിഷനഭി ഇന്ദ്രിയാണിന്ദ്രിയണേഷു വർത്തന്ത ഇതി ധാരയൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കിനി മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകമെട്ട്. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ നശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ. 9. പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്യപി ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഹരേ കൃഷ്ണ. പ്രവൃത്തി. ഹരേ കൃഷ്ണ. ഗീത മാതാജി. ഹരേ കൃഷ്ണ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ നശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ. പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു
വർദ്ധന്ത ഇതി ധാരയൻ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. യുക്തഃ ദിവ്യബോധമുള്ളവനായ തത്വവി തത്വം അറിയുന്നവൻ. പശ്യൻ കാണുക, ശൃണ്വൻ കേൾക്കുക, സ്പൃശൻ സ്പർശിക്കുക, ജിഹ്വൻ മണപ്പിക്കുക, അസ്നൻ ഉണ്ണുക, ഗച്ഛൻ ഗമിക്കുക, വേറെ എടുക്കല്ലേ. സ്വപൻ കിനാവ് കാണുക, ശ്വസൻ ശ്വസിക്കുക, പ്രലപൻ സംഭാഷണം ചെയ്യുക, വിസൃജ്യൻ ഉപേക്ഷിക്കുക, ഗൃഹ്ണൻ ഗ്രഹിക്കുക, ഉന്മിഷൻ കണ്ണു തുറക്കുക, നിമിഷൻ അഭി കണ്ണടയ്ക്കുക. ഇവയെല്ലാം ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയാർത്ഥങ്ങളിൽ വർത്തന്തേ വർത്തിക്കുന്നു. ഇതി എന്ന് ധാരയൻ നിശ്ചയിച്ചിട്ട് കിഞ്ചിത് ഒന്നും ന കരോമി ചെയ്യുന്നില്ല. ഇതി ഏവ എന്ന് തന്നെ മന്യതയെ വിചാരിക്കണം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാതരുടെ പദാനുപദ വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത്. ജയ ശ്രീല പ്രഭാത്. ദിവ്യാബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, ആസനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്ത് തന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് അയാൾക്ക് അറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം നമുക്ക് ശാന്തകുമാരി മാതാജി. മാതാജി ഉണ്ടോ? ഉണ്ട് പ്രഭു, വായിക്കട്ടെ. ഭാവാർത്ഥം വായിച്ചു. ഓ നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണാവബോധം സിദ്ധിച്ച ആളുടെ ജീവിതം വിശുദ്ധമത്രേ. അതുകൊണ്ട് കർത്താവ്, കർമ്മം, അവസ്ഥ, പ്രയത്നം, ഭാഗ്യം എന്നീ ആസന്നവും അനാസന്നവുമായ 5 കാര്യങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന യാതൊരു പ്രവർത്തനവും അദ്ദേഹത്തിന് ബാധകമല്ല. പ്രേമയുക്തമായ ശ്രീകൃഷ്ണ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ് എന്നത് തന്നെ ഇതിന് കാരണം. ശരീരവും ഇന്ദ്രിയങ്ങളും കൊണ്ട് അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് തോന്നുമെങ്കിലും അയാൾ തന്റെ ആധ്യാത്മിക പ്രവർത്തനമാകുന്ന യഥാർത്ഥ സ്ഥിതിയെപ്പറ്റി ബോധവാനാണ്. ഭൗതിക അവബോധത്തിൽ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. കൃഷ്ണാവബോധത്തിലാകട്ടെ അവ കൃഷ്ണന്റെ ഇന്ദ്രിയ പ്രീണനത്തിലാണ് മുഴുകിയിരിക്കുന്നത്. ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നാമെങ്കിലും കൃഷ്ണ അവബോധമുള്ള മനുഷ്യൻ എപ്പോഴും മുക്തനാണ്. ദർശനം, ശ്രവണം എന്നിവ അറിവ് സമ്പാദിക്കുവാനുള്ള ഇന്ദ്രിയ പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഇന്ദ്രിയ പ്രവർത്തികൾ കർമ്മത്തിനു വേണ്ടിയുള്ളതാണ്. കൃഷ്ണാവബോധമുള്ള വ്യക്തിയെ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ ഒരിക്കലും ബാധിക്കുന്നില്ല. താൻ എന്നേക്കും കൃഷ്ണന്റെ ദാസനാണെന്ന അറിവുള്ള അയാൾക്ക് ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ദിവ്യാബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ എന്തു തന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യില്ലെന്ന് അയാൾക്കറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. അതായത് നമ്മള് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ നമ്മൾ എപ്പോഴും പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. മനസ്സ്, ബുദ്ധി, ഒരുപാട് പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പ്രവർത്തികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്ന ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും ഒക്കെ ചെയ്യുന്ന പ്രവർത്തികളാണ് നമ്മൾ ഈ കണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ചെയ്യുന്ന നമ്മൾ സാധാരണപ്പെട്ട ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. ഇത് ചെയ്യുമ്പോഴൊക്കെ തന്നെ അത് ചെയ്യുന്നതൊക്കെ തന്നെ നമ്മളുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ ആ സമയത്ത് അവിടെ എങ്ങാനും അതിൽ വേറൊരാളെ അതിൽ ഇടപെടുത്തുവോ? ഇല്ല. ഇതെല്ലാം നമ്മളുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അപ്പം
വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഞാൻ അയാൾക്ക് ആരെങ്കിലും അറിയാം. കൊടുക്കടാ. വാസ്തവത്തില് ഇത് താൻ ഇതൊന്നും ചെയ്യുന്നില്ല, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണല്ലേ. ഇതെല്ലാം ഒരു ആളുടെ ജീവിതത്തിൽ നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ തന്നു വിട്ടിരിക്കുമ്പോൾ, ഭഗവാൻ ഒരു ജീവിയെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം തന്നെ ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമാണ് അല്ലേ. നമുക്ക് കണ്ണടച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കാൻ പറ്റുമോ? ഇല്ല. കണ്ണ് തുറന്നാലല്ലേ നമുക്ക് മുന്നോട്ട് തട്ടി വീഴാതെ നടക്കാണ്ട് പറ്റത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം, ശബ്ദങ്ങളും എല്ലാം കേൾക്കേണ്ടി വരും അല്ലേ. കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ചിലര് നമ്മളുടെ അടുക്ക് വന്നിട്ട് കുറ്റമൊക്കെ പറയും, നമ്മളത് ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെ എന്താണ്, കണ്ണുകൊണ്ട് നല്ല പ്രവൃത്തികൾ കാണുന്നുണ്ട്, മോശമായിട്ടുള്ള പ്രവൃത്തികൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ മണക്കുന്നതും നല്ലതും മോശവുമായിട്ടുള്ള ഗന്ധം നമ്മൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സ്പർശിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നല്ലതും മോശമായിട്ടുള്ള സാധനങ്ങളിൽ നമ്മൾ നടക്കുന്ന വഴിയൊക്കെ സ്പർശിക്കാറുണ്ട്. അതുപോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോഴും അത് നമ്മളുടെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ശ്വാസം, പ്രാണൻ നിലനിൽക്കുന്ന വേണ്ടിയിട്ട് ശ്വസിക്കുന്നു. അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴും നമ്മൾ നാവും കൊണ്ട് നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നു, അത് ചെയ്യുന്നു, മോശമായത് കഴിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നല്ലത് പറയുന്നു, മോശം പറയുന്നു. ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലേ. ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഇതൊരു അനസ്യൂതമായിട്ട് ഈ പ്രവൃത്തികൾ നമ്മളെ ശരീരത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത് ചെയ്താലും ഇല്ലെങ്കിലും നമ്മളിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കും. എന്നാൽ കൃഷ്ണബോധസ്ഥനായ ഒരാള് എന്ത് ചെയ്യും? അതിനെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഈ പറയുന്ന ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെയും അങ്ങ് വ്യാപരിച്ച് അതിനെ അങ്ങ് എന്ത് ചെയ്യും? അതിനെ മാറ്റിവിടുമ്പോൾ അതിന്റെ വേറൊരു തലത്തിൽ കൂടെയാണ് ഈ സാധാരണ ഇന്ദ്രിയങ്ങള്. കണ്ണുകൾ നമ്മൾ എന്തിനുപയോഗിക്കും? അംബരീഷ് മഹാരാജാവ് കണ്ണുകളെ എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഭഗവാന്റെ അർച്ചവിഗ്രഹം കാണാൻ വേണ്ടിയിട്ടാണ് കണ്ണുകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ ത്വക്ക്, ശരീരത്തിനെ എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഭഗവാന്റെ ഗോപീചന്ദനം തൊടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൂക്കുകൾ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? ഭഗവാനെ നിവേദിച്ച പുഷ്പങ്ങൾ മണക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ നാവിനെ എന്തുകൊണ്ട് ഉപയോഗിച്ചു? ഭഗവത് നാമം ജപിക്കാനും അതുപോലെ തന്നെ എന്താണ്, ഭഗവാന് നിവേദിച്ച ഭക്ഷണം രുചിക്കാൻ വേണ്ടിയിട്ടും രുചിച്ച് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് അദ്ദേഹത്തിന്റെ നാവുകളെ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ കൈകളെ എന്തിനാണ് ഉപദേശിച്ചത്? ഭഗവാന് ആരതി ചെയ്യാനും പുഷ്പങ്ങൾ അർപ്പിക്കാനും വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ കാലുകളെ എന്തിനാണ്? ഭഗവാന്റെ ദിവ്യധാമങ്ങളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആർക്ക് ചെയ്യാൻ പറ്റുന്നോ അവരാണ് ശരിക്കുമുള്ള ഒരു കർമ്മയോഗി. നമ്മൾ നിത്യേന ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മളുടെ രാവിലെ എണീക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ നമ്മൾ എന്താണ് അതങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. ജീവനുള്ള ഏതൊരു ജീവിയും ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഒരു പൂച്ചക്കുഞ്ഞിനെ ഉണ്ടായി വന്നിരിക്കുന്ന പൂച്ചക്കുഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? അല്ലെ. അതെന്താണ് ചെയ്യുന്നത്? അതിനെ അതിന്റെ അമ്മ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ വിസർജനം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന്, മണ്ണ് മാന്തിയിട്ട് ചെയ്യണമെന്ന്. അത് തന്നെത്താനെ മണ്ണ് മാന്തി നമുക്ക് അതിശയിച്ചു പോലെ. പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ എണീറ്റ് നടന്ന് വിസർജിക്കാൻ തുടങ്ങുമ്പോൾ അത് കണ്ണ് തുറന്ന് ഇങ്ങനെ പോകുന്ന സമയം തൊട്ടേ അതെങ്ങനെ ഇങ്ങനെ മാന്തുന്ന കാണാം അല്ലെ. നമ്മളൊരു ചാക്കിൻ്റെ പാത്രത്തിൽ ഇട്ടാലും അവിടെ കിടന്നും അതിങ്ങനെ മാന്തും അല്ലെ. നമ്മൾ കണ്ടു. വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും എന്ത് ചെയ്യുന്നത്? അവരുടെ പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്നതാണല്ലോ. ഈ വിസർജ്യം പ്രകൃതിക്ക് മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഉപദ്രവം വരാതിരിക്കാനായിട്ട് എന്താണ് ആ ഒരു കഴിവ് കൊടുത്തിരിക്കുകയാണ് അല്ലെ. അവര് ചെയ്ത വിസർജ്യം അവർ തന്നെ മൂടിയിടുന്നു അല്ലെ. അപ്പൊ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്ന സംഭവങ്ങളാണ് അല്ലെ. ഇത് ആ ജീവി ആരെങ്കിലും പഠിപ്പിച്ചിട്ട് ചെയ്യുന്നതാണോ? അല്ല. ഇതൊക്കെ പ്രകൃതി തന്നെ. അപ്പൊ മനുഷ്യരിലാണെങ്കിലും ഈ നമ്മളിങ്ങനെ വാകേറിയ ഭഗവാൻ ഭക്ഷിക്കാനായിട്ടുള്ള സംഭവം തരും. നമുക്ക് അറിയാം, ഈ തെരുവിലുള്ള ഈ കുട്ടികളെ, വളരുന്ന കുട്ടികളൊക്കെ അന്നം തേടി തിന്നാനായിട്ട് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അവര് തന്നെ പഠിക്കുകയാണ്. നമ്മളുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന കുട്ടികളെ എങ്ങനെയാണ്? ഇപ്പൊ ഗീതാമാതാജിയാണ് കുട്ടിയുടെ കൂടെ ഓടി നടക്കുകയാണ് അല്ലെ. കുസൃതി കാണിക്കുമ്പോ അല്ലെ, അങ്ങോട്ട് മാറുന്നുണ്ടോ ഇങ്ങോട്ട് മാറുന്നുണ്ടോ, ഓടി നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് കമ്പ്യൂട്ടറിന്റെ ടേബിളിലേക്ക് കയറുന്നു, മൊബൈൽ വലിച്ചിടുന്നു, അതുപോലെ ജനലിലേക്ക് കയറി കർട്ടൻ പിടിച്ചു വായിക്കുന്നു, ബുക്കെല്ലാം കൂടെ വലിച്ചു കീറുന്നു, അവിടെ കുത്തി വരയ്ക്കുന്നു. ഈ പുറകെ ഇങ്ങനെ ഓടുവാണ് നമ്മളെല്ലാം കുട്ടികളിലൂടെ. അമ്മമാരും വല്യമ്മമാരും അച്ഛനും അമ്മയും എല്ലാം കുട്ടികളുടെ. നമ്മൾ ഇന്ന് ഇവിടെ അറബികളെ കാണാം, ഞങ്ങൾ പാർക്കിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അവര് അച്ഛനും അമ്മയും കൂടെ വർത്താനം പറയുമോ, നടക്കുക, എക്സസൈസ് ചെയ്യും. കുട്ടികളിൽ എങ്ങനെയാണെന്നറിയാം, അവര് നോക്കത്തേയില്ല. അവര് ഇതുവഴിയെല്ലാം ഓടി കളിച്ച്
ഇവർ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. എന്നാൽ മലയാളി ഫാമിലീസ് വരുവാണെങ്കിൽ എന്താണ്, പേരൻസ് എങ്ങനെയാണ്, കുട്ടികളുടെ പുറകെ ഓട്ടമാണ് ഇങ്ങനെ. അവരെങ്ങോട്ടാ പോകുന്നതെന്ന് അറബികളൊന്നും നോക്കുന്നേ ഇല്ല. അവർ പോകാൻ നേരത്ത് കുട്ടികളെ പെറുക്കി 5-8 കാണുമല്ലോ, എല്ലാത്തിനും കൂടെ കൂടി പെറുക്കി എണ്ണി പെറുക്കി വണ്ടിയെ കയറ്റി അവര് കൊണ്ടുപോകും. മനസ്സിലായില്ല? അപ്പൊ ഇതാണ് ആ ഒരു വ്യത്യാസം. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യങ്ങളാണ്, പ്രകൃതി തന്നെ ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതിനെ എന്താണ്, ഭഗവാന്റെ ആ ഒരു സേവയിലേക്ക് മാറ്റി വിടുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അതീന്ദ്രിയമായി മാറും. അപ്പൊ അങ്ങനെയുള്ള ഒരാള് എന്താണ്, അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്ന് സ്വയം മനസ്സിലാക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരാള്, അതായത് കർമ്മയോഗം ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരാള് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനായി മാറുന്നു. നമ്മൾ ഈ ഓരോ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് നമ്മളൊരു വ്യത്യസ്തനായ ആളായി മാറും. അങ്ങനെയാണ് ഒരു കർമ്മയോഗി, ശരിക്കും ഒരു കർമ്മയോഗിയാണ്, അങ്ങനെയാണ് ജനിക്കുന്നത്. അടുത്ത 10ാമത്തെ ശ്ലോകം. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി ലിപ്യതേ ന സ പാപേന പത്മപത്ര വിഭാംഭസാം. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി ലിപ്യതേ ന സ പാപേന പത്മപത്ര വിഭാംഭസാം. ഹരേ കൃഷ്ണ. രാധാ മാതാജി. ഹരേ കൃഷ്ണ. സുജന മാതാജി. പേരുമില്ല, എല്ലാരും ഉറങ്ങിയോ? ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. മാതാജി ഉറങ്ങിയോ? ഹരേ കൃഷ്ണ. ഹരേ ഇല്ല കൃഷ്ണ. പ്രഭു, അത് കേൾക്കാൻ പറ്റുന്നില്ല. ഓം ഹരേ നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ബ്രഹ്മണ്യാദായ കർമാണി സംഗം യത്ഥോ കരോതി ലിപ്യതേന സ പാപേന പത്മപത്രമിവാംബസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണകുമാരി കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ബ്രഹ്മണ്യാതായ കർമാണി സംഘം ത്യക്ത്വാ കരോതി ലിപ്യതേ ന സ പാപേന പത്മപത്ര വിവാംഭസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് രാധാ മാതാജി. റെഡി ആയിട്ടുണ്ടോ? മാതാജി അടുത്തില്ല എന്ന് തോന്നുന്നു. ഓക്കെ. ഡോക്ടർ ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംബസാ. ഓം തത്സദിതി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമാണി, കർമ്മങ്ങളെ, ബ്രഹ്മണി, പരമദിവോത്തം പുരുഷനിൽ ആദായ സമർപ്പിച്ചിട്ട്, സംഘത്തെ ത്യജിച്ചിട്ട്, യാതൊരു വ്യക്തി കരോതി കർമ്മം ചെയ്യുന്നുവോ, സ അവൻ, അംഫസ ജലത്താൽ, പത്മപത്രം ഇവ താമരയിലെ പോലെ, പാപേന പാപത്താൽ, ന ലിപ്യതേ ബന്ധിക്കപ്പെടുന്നില്ല. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമരയിലയിൽ വെള്ളം എന്ന പോലെ ദുഷ്കർമ്മ ഫലങ്ങൾ ബാധിക്കുകയില്ല. ഇവിടെ ഒരു ബിന്ദു മാതാജി കയറി ഇറങ്ങിപ്പോയോ? മാതാജി ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? പുതിയതായിട്ട് വന്ന ആളാ. ചിലപ്പോ പേടിച്ച് ഓടി രക്ഷപ്പെട്ടതായിരിക്കും, അറിയില്ല. ഹരേ കൃഷ്ണ. പങ്കജവല്ലി മാതാജി, എന്റെ ഭാവാർത്ഥം ഒന്ന് വായിക്കാമോ? സുജന മാതാജി എന്നെ വായിച്ചോ. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. രമണി എന്ന പദത്തിന് ഇവിടെ കൃഷ്ണാവബോധത്തിൽ എന്നർത്ഥം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സമഗ്രാവിഷ്കരണമത്രേ ഈ പ്രപഞ്ചം. ഇതിനെ പ്രധാനമെന്ന് പറയുന്നു. സർവമേതത് ബ്രഹ്മ തസ്മാദേതത് ബ്രഹ്മ നാമരൂപം അന്നം ച ജായതേ. മുണ്ടകോപനിഷത്ത് എന്ന 2
എന്ന് വേദങ്ങളും വേദങ്ങളും മമ യോനിർമഹത് ബ്രഹ്മ എന്നു ഭഗവത്ഗീതയും പ്രപഞ്ചത്തിലെ ഏത് പദാർത്ഥവും ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷീഭാവമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാവാമെങ്കിലും വാസ്തവത്തിൽ അവ കാരണത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളല്ല. സർവ വസ്തുക്കൾക്കും പരബ്രഹ്മം അഥവാ കൃഷ്ണനുമായി ബന്ധമുള്ളതുകൊണ്ട് എല്ലാം കൃഷ്ണന്റേത് തന്നെ എന്ന് ഈശോപനിഷത്തിൽ പറയുന്നു. കൃഷ്ണനാണ് എല്ലാറ്റിന്റെയും ഉടമയെന്നും അതുകൊണ്ട് എല്ലാ ഭഗവത്സവനത്തിനും ഉള്ളതാണെന്നും അറിഞ്ഞവർക്ക് താൻ ചെയ്ത പുണ്യഭാവങ്ങളുടെ ഫലങ്ങളുമായിട്ട് എന്തു ബന്ധമാണ്. തന്റെ ശരീരം പോലും ഒരു പ്രത്യേക കാര്യനിർവഹണത്തിന് ഉതകാൻ വേണ്ടി ഭഗവാൻ സമ്മാനിച്ചതാകയാൽ കൃഷ്ണാവബോധത്തിൽ ഉപയോഗപ്പെടുത്താം. എന്നാൽ അത് താമരയിലെ വെള്ളത്തിൽ കിടന്നാലും നനയാത്തതുപോലെ പാപമാലിന്യങ്ങൾ തീണ്ടാത്തതായി തന്നെ ഇരിക്കും. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, മയി സർവാണി കർമാണി സന്യസ 3:30 സർവകർമ്മങ്ങളും എനിക്കായി കൊണ്ട് ചെയ്യുക. ചുരുക്കത്തിൽ കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾ ഇന്ദ്രിയ ദേഹാവബോധത്താൽ പ്രവർത്തിക്കുന്നു. പക്ഷേ കൃഷ്ണാവബോധവാനായ വ്യക്തി ഈ ശരീരം കൃഷ്ണന്റേതാകയാൽ കൃഷ്ണ സേവനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന അറിവോടെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ മാതാജി ഇവിടെ വായിച്ച് നിങ്ങൾ കേട്ടവർക്ക് ശ്രദ്ധിച്ചിരുന്നവർക്കൊക്കെ തന്നെ മനസ്സിലായി കാണുമായിരിക്കും. എന്തായിരുന്നു ഇവിടെ നമ്മൾ പറഞ്ഞത്? ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷൻ സമർപ്പിച്ചുകൊണ്ട് തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമര ഇലയിലെ വെള്ള എന്ന പോലെ ദുഷ്കർമ്മ ഫലങ്ങൾ ബാധിക്കുകയില്ല. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ 2 ശ്ലോകങ്ങളുടെയും ഒരു സമ്മറി ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആ കർമ്മഫലങ്ങളെ ഒക്കെ തന്നെ നമ്മൾ ആസക്തി കൂടാതെ ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഭഗവാനിൽ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു താമര ഇലയിൽ വെള്ളം എങ്ങനെയാണ് വീഴുമ്പോൾ ആ വെള്ളം അതിൽ ഒട്ടിപ്പിടിക്കോ? ഇല്ല അല്ലെ, വെള്ളം ഓടി നടക്കും. അത് നമ്മൾക്കറിയാം. നമുക്ക് ചേമ്പിന്റെ ഇല കൂടുതൽ അറിയാവുന്ന അല്ലെ. വെള്ളം വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വെള്ളം അതിൽ ഒട്ടത്തില്ല അല്ലെ, നനയത്തില്ല, അത് ഓടി നടക്കുന്ന കാണാം അല്ലെ. എന്ന് പറഞ്ഞ പോലെ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ഈ കർമ്മങ്ങളുടെ ഫലവും ഇതൊന്നും നമ്മളെ ബാധിക്കത്തേയില്ല. അതെങ്ങനെയാ ബാധിക്കാതിരിക്കുന്നത്? നമ്മൾ ഏത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിനൊരു ഫലമുണ്ട് അല്ലെ. നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലമുണ്ട്, മോശം കർമ്മം ചെയ്താൽ മോശം ഫലമുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, കർമ്മം, അകർമ്മം, വികർമ്മം, ഇത് 3 നമ്മൾ പഠിച്ചാണല്ലോ അല്ലെ. അപ്പം അകർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മമാണ് അകർമ്മം. എന്നാൽ കാര്യസാധ്യം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് വികർമ്മം. അപ്പൊ വികർമ്മം ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റത്തില്ല. വികർമ്മം എന്ന് പറഞ്ഞാൽ ഫലാസക്തി ഉദ്ദേശിച്ചിട്ടുള്ള, അതിൽ നിന്നൊരു ഫലം കിട്ടും, അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കർമ്മം ചെയ്യരുതെന്ന് പറഞ്ഞു. ഫലാസക്തിയുള്ള കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ എന്താണ് ഈ ബന്ധനത്തില്, ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ കുടുക്കി അവിടെ തന്നെ പിടിച്ച് കറക്കി നിർത്തും. അതുകൊണ്ടാണ് ഫലാസക്തിയുള്ള കർമ്മം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്ത് അതിന്റെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കർമ്മഫലങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ദുഷ്കർമ്മങ്ങളുടെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് നാളുകൾ മുൻപേ ചെയ്തതും നമ്മുടെ ചുറ്റും ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ ഒക്കെ ഒരു വാങ്ങല് ഏക്കാതിരിക്കത്തില്ല അല്ലേ. നമ്മൾ എത്ര ഭക്തനാണെന്ന് പറഞ്ഞാൽ, എത്ര കൂടുതൽ നമ്മൾ സമർപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പൊട്ടലും ചിരിലും നമ്മളെ ഒന്നുകിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മക്കള്, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ പൂർവികര്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ വീടിനുണ്ടായ അവസ്ഥകള്, അല്ലെങ്കിൽ ചിലപ്പം ഒരുപക്ഷെ സർപ്പകാവ് നശിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ പഴയ ടെമ്പിളുകൾ ഏതെങ്കിലും അവിടെ മൺമറഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആ ദേവതകളുടെ എല്ലാം ഉപദ്രവങ്ങളും അങ്ങനെയുള്ള കുറെ കർമ്മഫലങ്ങളും പേറിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനിൽ സറണ്ടർ ചെയ്തു. പക്ഷെ ഈ കർമ്മഫലങ്ങളെല്ലാം വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ട് ഡിവോട്ട് ചെയ്ത ഒരാൾക്ക് ഇതേപോലെ വരുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ മാറിപ്പോകും? താമരയിലയില് വെള്ളം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഒട്ടാതെ മാറി മാറി തെന്നി തെന്നി പോകും. നമ്മളെപ്പോഴും പറയല്ലേ,
കണ്ണി കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ടുപോയി എന്ന് പറയില്ലേ, അതാണ് ആ വ്യത്യാസം. നമ്മൾ ഭഗവാനിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ കർമ്മഫലങ്ങളെ എല്ലാം തന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നു, അത് ആ ഒട്ടാത്ത രീതിയിൽ, നമ്മളെ ഒട്ടാത്ത രീതിയിൽ, ഒരിക്കലും ഒട്ടാത്ത രീതിയിൽ അത് വന്നുകൊണ്ടേയിരിക്കും, വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. നമുക്കല്ലേ, നമുക്ക് നല്ലത് മോശമായിട്ടുള്ള അനുഭവങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും, വന്നു പോയിക്കൊണ്ടേയിരിക്കും. അതിനൊരു ആ വിഘ്നമുണ്ട്. നമ്മൾ ഭഗവാന്റെ ഭക്തരായതുകൊണ്ട് ഇത് ഉടനെ തന്നെ ഇതെല്ലാം കൂടെ മാറിപ്പോയെന്ന് ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പക്ഷെ അവരിൽ ഇത് ഒട്ടില്ല. ഭഗവാന്റെ ഭക്തരില് ഇത് ഒട്ടില്ല, ഇത് ബാധിക്കുകയില്ല. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അവർ ഈ വിഷയങ്ങളെ എന്ത് ചെയ്യും, പുറത്തു നിന്ന് കാണും. അവരെ ഇത് ബാധിക്കുന്നില്ല. എന്ത് കാര്യം, അവരിൽ ഒട്ടുന്നില്ലത്. കാര്യം എന്താണ്, അവര് ഭഗവാനിൽ സമർപ്പിച്ച ആൾക്കാരാണ് അല്ലെ. അങ്ങനെയുള്ളവർക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ അവര് പുറത്തു നിന്ന് കാണും. പുറത്തു നിന്ന് കാണാൻ എങ്ങനെ പറ്റും, നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് എടുത്താലാണ് ഇത് നമ്മളെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നത്. അതേ സാധനങ്ങളെ, വിഷയങ്ങളെ നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന പോലെ ഒന്ന് നോക്കാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കി. അങ്ങനെ ചെയ്യാനായിട്ട് എത്ര പേർക്ക് പറ്റും? എനിക്ക് പറ്റില്ല കേട്ടോ, ഞാൻ ആദ്യം തന്നെ പറയാണ്. എനിക്ക് ചെറിയൊരു മുട്ടേപ്പനി വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആരോടും അങ്ങനെ ഉപദേശിക്കുന്നതല്ല, പക്ഷെ നമ്മളിത് ശ്രമിക്കണം. ആചാര്യന്മാർ അങ്ങനെയാണ് പറയുന്നത്, നമ്മളിൽ ഇത് ഒട്ടാതെ നോക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. ഞാനും ഒരു സാധകനാണ്. അപ്പൊ ഇങ്ങനെ ആചാര്യന്മാര് പറഞ്ഞ കാര്യങ്ങളെ ഞാൻ പറയുന്നല്ലേ, ഞാൻ ഇതെല്ലാം പ്രാവർത്തിച്ചിട്ട് തെളിയിച്ചിട്ട് ഞാൻ അനുഭവിച്ചിട്ട് പറയുന്ന അല്ലത്. ഞാനൊരു സാധകൻ തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദുഷ്കർമ്മ ഫലങ്ങള് നമ്മളുടെ അടുത്തുകൂടെ എങ്ങും വരില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ അതെന്താണ് ചെയ്യുന്നത്, അത് നമ്മളിൽ ഒട്ടില്ല, അത് തെന്നിത്തെറിച്ച് എവിടെയെങ്കിലും പോയിക്കൊള്ളും എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണനാണ് എല്ലാത്തിന്റെയും ഉടമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ ജനിച്ചു മരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രൊപ്പറേറ്റർ, എന്റെ വീടിന്റെ ഗൃഹനാഥൻ ഞാനാണ്. ഞാൻ അമ്പിയ മാതാജി വിചാരിക്കുകയാണ്, ഞാന് എന്താണ് ആയ കാലത്ത് ഞാനും എന്റെ ഭർത്താവും കൂടെ അധ്വാനിച്ചെല്ലാം ഉണ്ടാക്കി ഇവിടെ സ്വരുക്കൂട്ടിയിട്ട് ഇപ്പൊ ദേ മകന്റെ ഭാര്യയൊക്കെ എന്താണ് സുഖമായിട്ട് അവരെല്ലാം കഴിക്കുന്നുണ്ട്. അന്ന് എന്താണ് കാരണവന്മാരുണ്ടാക്കി വെച്ച സ്വത്ത് ഞങ്ങൾ കളയാതെ എല്ലാം നോക്കി ഇതുകൊണ്ട് അവര് നന്നായിട്ട് ജീവിക്കുന്നു. എന്നിട്ട് ഇപ്പൊ അവർക്കൊക്കെ എത്ര അഹങ്കാരാണെന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കും. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് വിചാരിക്കുന്നത് അല്ലേ. ഞാൻ അന്ന് അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടെന്നല്ലേ. പക്ഷെ ആ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മൾ ഉപേക്ഷിക്കണം. ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് അത് ഉപേക്ഷിക്കാതെ ഇത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ബോസ്, അപ്പൊ ഞാനാണ് ബോസ് എന്ന് മാതാജി വിചാരിച്ചു. പക്ഷെ മാതാജിക്കും ഒരു ബോസ് ഉണ്ടല്ലോ, മാതാജിയുടെ ഭർത്താവായിരുന്നു, മാതാജിയുടെ ഭർത്താവിന് ഒരു ബോസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മള് പിതാവിന്റെ അങ്ങനെ പോകുമ്പോഴത്തേനും ബ്രഹ്മദേവനിൽ എത്തിക്കഴിഞ്ഞ് ഭഗവാനിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പൊ ഭഗവാനാണ് ബോസ്. നമ്മൾക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിനൊരു ഗുരു ഉണ്ട്. അങ്ങനെ പോയി കഴിയുമ്പോൾ അത് അവസാനം എത്തിച്ചേരുന്നത് ഭഗവാനിലേക്കാണ്. അതുപോലെ തന്നെ ഞാനൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ബോസ് ഉണ്ട്. ആ ബോസിന് ഒരു GM ഉണ്ട്. ആ GMന് കൺട്രി മാനേജർ, അവിടുന്ന് പിന്നെ MD, അവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞ് അവസാനം അവിടെ എത്തിച്ചേരുമ്പോൾ അതും ഇതിന്റെ എല്ലാം പ്രൊപ്പറേറ്റർഷിപ്പ് ആരാണ്? ഭഗവാനിലേക്കാണ് എത്തിച്ചേരുന്നത്. ഏത് രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ബോസ് ആണ് എന്ന് വിചാരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ മുതലാളിയാണ്, നമ്മൾ മാലിക്കാണ്, യജമാനനാണ് എന്ന് വിചാരിക്കുന്നതാണ് നമ്മളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാര്യം. നമ്മളുടെ യഥാർത്ഥ യജമാനൻ ഹരിയാണ് എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു സമയത്തേ ഉള്ളൂ നമ്മളുടെ അടുക്കുന്ന ഉടമസ്ഥാവകാശം വിട്ടുമാറി നമ്മൾ ഭഗവാന്റെ ദാസനാണ്, നിത്യദാസനാണ്, അല്ലെങ്കിൽ ദാസാനു എന്നുള്ള ഭാവത്തിൽ എത്തിച്ചേരാതെ നമ്മൾക്ക് ഈ പറഞ്ഞ ആ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ ഉടമസ്ഥാവകാശം, പ്രൊപ്പറേറ്റർഷിപ്പ് വിട്ടുകളാണ്. ഈഗോ നമ്മളിൽ നിന്ന് വിട്ടുമാറണം. നമ്മളാണ് ഇത് ചെയ്തത്, നമ്മളില്ലെങ്കിൽ ഇത് നടന്നില്ല. അപ്പൊ മാതാജി മുമ്പേ പറഞ്ഞില്ലേ, ആരും ഒന്നും സഹകരിക്കാനില്ല, എല്ലാം ഞാൻ ഓടി കുറെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നടന്നു. പക്ഷെ അത് ആ പ്രൊപ്പറേറ്റർ ആരായിരുന്നു? ശരിക്കും ഭഗവാനായിരുന്നു പ്രൊപ്പറേറ്റർഷിപ്പ് കൊടുക്കേണ്ടത് അല്ലേ. ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാൻ എന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി. നമ്മൾ ഈ മഹാഭാരതത്തില് ഈ യുദ്ധത്തിലും എന്താ കാണുന്നത്? ഈ ഗീതോപദേശത്തില് ഭഗവാൻ ഈ എല്ലാവരെയും തന്നെ വധിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടു അല്ലെ. ഭഗവാൻ എല്ലാവരെയും തന്നെ വധിച്ചിരുന്നു. അർജുനനെ ഒരു ടൂൾ ആക്കിയത് മാത്രം, അർജുനനെ ഒരു ആയുധമാക്കിയത് മാത്രമേ ഉള്ളൂ. ഭഗവാൻ അവരെല്ലാം വധിച്ചിരുന്നു. ഭഗവാന്റെ വിശ്വരൂപ ദർശനത്തില് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരെ എല്ലാം കൗരവരുടെ മുഴുവനും നമ്മൾ അവിടെ അതിൽ കണ്ടതാണ്, ദർശിക്കാനായിട്ട് സാധിച്ചു അല്ലെ. കൗരവരുടെ മുഴുവൻ ഓൾറെഡി അവർ മരിച്ച് ഭഗവാന്റെ കൂടെ നിൽക്കുകയാണ് അല്ലെ.
അപ്പം ഭഗവാൻ അർജുനെ ഒരു ആയുധമാക്കിയതുള്ളൂ. നമ്മൾ കണ്ടു ഈ പറയുന്ന അവിടെ ഒരാൾ, ഈ യുദ്ധം കണ്ട ഒരാള്, സാക്ഷി നിന്ന ഒരാളുണ്ട്. ആരാണ്? നമ്മുടെ ഭീമൻ കൊച്ചുമോനാണെന്ന് തോന്നുന്നു അല്ലേ? ഹിഡംബന്റെ ഘടോൽക്കച്ചന്റെ പുത്രനാണെന്ന് തോന്നുന്നു. ഒരാളെ ഒരു കുന്നിന്റെ മുകളിൽ ഇരുന്നതിന്റെ പേര് ഞാൻ മറന്നുപോയി. പലതവണ ഞാൻ ഓർത്ത് പറയുന്നത്. ആരൊക്കെയോ നിങ്ങൾ എനിക്ക് ആ പേര് പറയാറുണ്ട്. ശ്യാലനോന്. അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ശിരസ് മാത്രമാണ് അവിടെ പോയിരുന്നത്. ഭഗവാൻ അതിന്റെ കഴുത്തറുത്ത് കളഞ്ഞിരുന്നു അല്ലെ? അപ്പം അങ്ങനെ അവിടെ പോയിരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇവിടെ കൃത്യമായിട്ട് യുദ്ധത്തിന്റെ കമന്ററി പറയാനായിട്ട് നമ്മളിപ്പം പല ചാനലുകാരും വന്ന് കമന്ററി പറയല്ലേ, സ്പോർട്സിന്റെയും ഇതിന്റെ ഒക്കെ കമന്ററി പറയാനായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ ആര് യുദ്ധം ചെയ്യുന്നത് കണ്ടേയില്ല. ആകെ ഞാൻ കണ്ടത് എന്താണ്? ഒരു മയിൽപീലി വെച്ച ഒരു വ്യക്തിയാണ് ഈ ആൾക്കാരെ മുഴുവൻ കൊല്ലുന്നത് ഞാൻ കണ്ടത്. മയിൽപീലി വെച്ച ഒരു വ്യക്തി. ഭഗവാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു അല്ലെ? വാസ്തവത്തിൽ ആരാണ് എല്ലാരെയും കൊന്നത്? ഭഗവാന്റെ ഇച്ഛയായിരുന്നു. ഭഗവാനാണ് അത് മുഴുവൻ ചെയ്തത്. അർജുനനും ബാക്കിയുള്ളവരെല്ലാരും ഒരു ഉപകരണം മാത്രമായിരുന്നു എന്ന് ഉള്ള കാര്യം. മയിൽപീലി വെച്ച ഒരാൾ മാത്രമാണ് അവിടെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നിയത്. അവിടെ യാതൊരു യോദ്ധാക്കന്മാരെ ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ ഒരു വ്യക്തി പറഞ്ഞു. ഇതിന്റെ സാക്ഷി അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക അല്ലെ? അപ്പം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മളെ ഭഗവാനെ പ്രൊപ്പറേറ്റർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനാണ് ഉടമ, എല്ലാത്തിന്റെ ഉടമയാണെന്ന് നമ്മൾ അങ്ങ് മനസ്സിലാക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മളുടെ ഈ ജീവിതം ഭഗവാന് ചെയ്യേണ്ട സേവയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ പറയുന്ന പോലെ താമരയിലയിൽ വെള്ളം കിടക്കുന്ന പോലെ തന്നെ നമ്മളുടെ കർമ്മഫലങ്ങളൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്തിട്ട് അത് നമ്മളിൽ ബാധിക്കാതെ അങ്ങ് പോകും, ഒട്ടാതെ പോകും. നമ്മളിൽ ഇത് ബാധിക്കുകയില്ല, ഈ കർമ്മഫലങ്ങളൊന്നും തന്നെ. ചുരുക്കത്തിൽ, കൃഷ്ണാവബോധം ഇല്ലാത്ത ഒരാൾ ഇന്ദ്രിയ ദേഹാവബോധത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ കൃഷ്ണാവബോധനായ വ്യക്തി ശരീരം കൃഷ്ണന്റേതാകയാൽ കൃഷ്ണസേവനത്തിനായി ഉപയോഗപ്പെടണമെന്ന അറിവോടെ പ്രവർത്തിക്കുന്നു. അതാണ് ഇതിന്റെ സമ്മറി. കൃഷ്ണാവബോധനായ വ്യക്തി, ആ ശരീരം ആരിതെന്നാണ്? കൃഷ്ണന്റെ കൃപയാണ്. അപ്പൊ ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട സേവ എന്താണ്? കൃഷ്ണന് വേണ്ടിയിട്ടുള്ള സേവയാണ് നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്താണ്, അങ്ങനെയുള്ള അറിവോടുകൂടി, ആ ദിവ്യജ്ഞാനത്തോടു കൂടി പ്രവർത്തിക്കുന്നു. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി ഹരിനാമ കീർത്തനമാണ്. ഇന്ന് ആരെടുക്കാനാണ് പറഞ്ഞിരുന്നത്? ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. അല്ലെ ഓരോ പോയിന്റ് വീതം അറിയാവുന്നവർ മാത്രം പറയാൻ, എല്ലാവരോടും ചോദിക്കുന്നില്ല, അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട്. ഞാൻ ഒരു പോയിന്റ് പറയാം പ്രഭു. ആ ആസക്തി കൂടാതെ കർമ്മം ചെയ്താൽ ആ കർമ്മഫലം പരമപുരുഷനായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇതൊന്നും ബാധിക്കത്തില്ല. അപ്പൊ ആ താമരയിലയിൽ വെള്ളം കിടക്കുന്ന പോലെ ഒന്നും ബാധിക്കാതെ അത് ഒരു ബന്ധനവും നമ്മളെ ബാധിക്കില്ല. അങ്ങനെയാണ് കർമ്മങ്ങളെല്ലാം നശിച്ചു പോകും. സുജന മാതാജിക്ക് എന്തെങ്കിലും മനസ്സിലായിരുന്നോ? സംശയമല്ലോ ഉണ്ടോ? സംശയമൊന്നുമില്ല. പോയിന്റോ? പോയിന്റ് പറയാൻ, കൃഷ്ണാവബോധം ഇല്ലാത്ത ഒരാൾ ഇന്ദ്രിയ ദേഹാവബോധത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ കൃഷ്ണാവബോധവനായ വ്യക്തി ഈ ശരീരം കൃഷ്ണന്റേതാകയാൽ കൃഷ്ണ സേവനത്തിനായി അത് ഉപയോഗിക്കും. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാനല്ലേ എന്നോടാണോ പറഞ്ഞേ? മല്ലിക മാതാജി ഹരിനാമകീർത്തനം എടുക്കുവന്ന മാതാജി ഒരു പോയിന്റ് പറഞ്ഞോ? പറയാം. കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാളുടെ ജീവിതം ശുദ്ധമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാള് പിന്നെ കണ്ണുകൊണ്ട് കാണാൻ, ചെവി കൊണ്ട് കേൾക്കുക ഒക്കെ ചെയ്യെങ്കിലും, ഭൗതിക കാര്യങ്ങളൊക്കെ അയാൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അയാൾ അതൊന്നും മനസ്സിലേക്ക് എടുക്കില്ല. കാരണം അയാൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. നേരെ മറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി എന്തെങ്കിലും പറയുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അതായിരിക്കും അയാളുടെ ശ്രദ്ധാകേന്ദ്രം. അപ്പൊ എപ്പോഴും ഭഗവാനെ പറ്റി കേൾക്കുകയും ഭഗവാന്റെ കാര്യങ്ങൾ പ്രകീർത്തിക്കുകയും ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടാല് താമര ഇലയിലെ വെള്ളം എങ്ങനെയാണോ താമര ഇലയെ നനപ്പിക്കാത്തത്, അതുപോലെ ഇയാൾ ചെയ്ത പാപകർമ്മങ്ങളൊന്നും ഇയാളെ ബാധിക്കില്ല. അങ്ങനെ ഇയാൾ എപ്പോഴും കൃഷ്ണാവബോധത്തിൽ മുങ്ങി ഒരു പരിശുദ്ധ ഭക്തനായിട്ട് തീരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
അടുത്തത് രതി ദേവി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധമുള്ള ഒരാൾ ഒരു ജീവനെയും ഭഗവാനിൽ നിന്ന് വേർപെടുത്തി കരുതുന്നില്ല. എല്ലാറ്റിനെയും സ്നേഹിക്കുന്നു. ഒരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ ജീവിതം വിശുദ്ധമായിരിക്കും. ആസന്നവും അനാസന്നവുമായ ഇന്ദ്രിയ വിഷയങ്ങൾ ഒന്നും തന്നെ ബാധകമാകുന്നില്ല. അവയുടെ വിഷയങ്ങൾ അവയിൽ ഏർപ്പെട്ടിരിക്കും. എന്നാൽ കൃഷ്ണാവബോധ ഉള്ള ഒരാൾ താൻ കൃഷ്ണന്റെ ദാസനാണെന്നും ഈ ശരീരം ഭഗവാന്റെ ആണെന്നും ഉള്ള വിചാരത്താൽ ഭഗവത് സേവനം അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന അറിവോടുകൂടി പ്രവർത്തിക്കുന്നു. ഫലാസക്തിയില്ലാതെ ഫലത്തെ ഭഗവാന് സമർപ്പിച്ച് കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ച് ദുഷ്കർമ്മങ്ങൾ ബാധിക്കാതെ ഇരിക്കുന്നു. താമരയിലെ ജലം എങ്ങനെയാണോ ഒഴുകി പോകുന്നത് അതുപോലെ തന്റെ ജീവിതത്തിൽ നിന്ന് ദുഷ്കർമ്മ ഫലങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് എല്ലാവരും ഏകദേശം ഒന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് ഹരിനാമ കീർത്തനത്തിലേക്ക് പോവാം. ഇന്ന് നമുക്ക് ഞാൻ ഇറങ്ങട്ടോ പ്രഭുജി. ഇറങ്ങിക്കോ, സമയമില്ലാത്തവർക്കൊക്കെ പോകാം. ഇനി അടുത്തത് നമ്മൾ 21 22 ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലായി, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണ. അപ്പൊ എന്താണ് മനസ്സിലായത്? അതായത് നമുക്ക് മാസമുറ ആചരിച്ച് പുറത്തു മാറിയിരിക്കുന്ന സ്ത്രീക്കും തെണ്ടി നടക്കുന്നവനും ചുടുകാട്ടിൽ ശവം ദഹിപ്പിക്കുന്നവനും ജോലിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നവനും സദാചാര പ്രശ്നം മൂലം പതിച്ചു പോയവനും യാഗാദി കർമ്മങ്ങൾ ചെയ്ത് ആഢ്യനായി കഴിയുന്ന ബ്രാഹ്മണനും എന്നുവേണ്ട ആർക്കും ഒരിക്കലും ഈ ഭഗവാൻ നാമ സങ്കീർത്തനം നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലായി അല്ലെ, ആർക്കും ഭഗവൻ നാമ സങ്കീർത്തനം നിഷേധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഹരിനാരായണന് നമസ്കാരം എന്നാണ് നമ്മൾ കണ്ടത് അല്ലെ. അടുത്തത് മല്ലിക മാതാജി വായിച്ചോളൂ, 21ാമത്തെ ശ്ലോകം. പ്രഭു ഞാനോ പ്രഭു? അതെ അതെ. ഹരേ കൃഷ്ണ. ശ്ലോകം 21. ശ്രീഭോഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർ കളിപ്പാതിയെന്നു പറയുന്നാകിലും മനസ്സി ആബോധമൊക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക ഹരിനാരായണായ നമഃ. അർത്ഥം: ഇവനാരിടോ വിടുഭാഷനോ എന്ന് ചിലർ പരിഹസിച്ചാലും, ചിലർ ഇവനാരിടോ പാപിയോ എന്ന് പറഞ്ഞ് പരിഹസിച്ചാലും അതൊക്കെയും ആവോ എന്തോ പറയുന്നു എന്ന് മനസ്സിലുറച്ച് ഭഗവാന്റെ തിരുനാമങ്ങളെ ഉറക്കെ ജപിക്കണം. ഭക്തന്മാരായുള്ളവർ നാമങ്ങളെ ഉറക്കെ ജപിക്കണം. ചിലപ്പോൾ ഇത്ര നാളും ഭഗവൻ നാമത്തെ ഉപേക്ഷിച്ചല്ലോ എന്ന് കരയുകയും, ചിലപ്പോൾ ഭഗവൻ നാമത്തെ ജപിക്കാൻ സംഗതി വന്നല്ലോ എന്ന് രസിക്കുകയും, ജപിക്കാഞ്ഞാൽ നരകത്തിൽ പോകുമല്ലോ എന്ന് ദുഃഖിക്കുകയും, ചിലപ്പോൾ സന്തോഷം കൊണ്ട് കൂത്താടുകയും, ചിലപ്പോൾ മൂളിപ്പാട്ട് പാടുകയും ചെയ്യുമെന്ന് ഭാഗവതത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. അതിൽ വെച്ച് ചിലർ പരിഹസിച്ചാലും എന്തു പറഞ്ഞാലും അത് കേൾക്കാതെ ഭഗവൻ നാമത്തെ ഉച്ചരിപ്പാൻ സംഗതി വരുത്തണേ നാരായണ. അതിനായി ഞാൻ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിപ്പൊ കണ്ടുകൊണ്ടിരുന്ന കുറെ ശ്ലോകങ്ങളിലായിട്ട് എന്താണ് ഹരിനാമ ജപത്തിന്റെ മഹത്വമാണ് പറയുന്നത് അല്ലെ. ഹരിനാമ ജപത്തിന് നാവൊന്ന് മാത്രം മതി എന്ന് അതിന് മുൻപത്തെ ശ്ലോകത്തിൽ കണ്ടു. പിന്നെ ഹരിനാമ കീർത്തനം ചെല്ലാണ്ട് ഒരു സ്ഥലമോ യോഗ്യതകളോ ഇന്ന കുലത്തിൽ ജനിച്ചു ഇന്ന ആളെന്നോ ഏത് സമയമെന്നോ അതിനൊന്നും പരിസ്ഥിതികളൊന്നും തന്നെ തടസ്സമാകുന്നില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. എന്നാൽ ഈ ശ്ലോകത്തിൽ പറയുന്നതാണ്, ആരെങ്കിലും നമ്മളെ കളിയാക്കുകയാണെന്ന് വിചാരിച്ചു, വിഡ്ഢിയായ മടയ എന്ന് വിളിച്ച് കളിയാക്കുകയാണെന്ന്
മറ്റു ചിലർ ഇവനൊരു മഹാഭാവിയാണെന്ന് പറഞ്ഞ് നിന്ദിച്ചാലും നമ്മൾ എന്താണ് ഉള്ളിൽ കലുഷതയൊന്നും കൂടാതെ നമുക്കൊരു ദോഷവും വരാനില്ലെന്ന് ഉറച്ച്, അതായത് ഭഗവാന്റെ നാമജപം കൊണ്ട് നമുക്ക് ഒരു ദോഷവും ഒരു നഷ്ടവും വരാനില്ലെന്ന് ഉറച്ച് നമ്മൾ നാമസ്മരണ കീർത്തനങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് വളരെ വലിയ വിപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഏത് ഹരിയുടെ നാമമാണോ നമ്മൾ അങ്ങനെ ജപിക്കുന്നത്, അതേ ഹരി തന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശരിയാക്കി തരും. അതായത് നമുക്കറിയാം അല്ലെ, നമുക്ക് കൃഷ്ണാബോധത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ത്രെട്ടുകളാണ് അല്ലെ. ഇവരെല്ലാരും ഇതേ ഹരേ കൃഷ്ണ പറഞ്ഞ് നടക്കുന്നു കുറെ പേര്. ചിലർ ഭഗവത്ഗീതയും കൊണ്ട് ഒരു സഞ്ചിയും തൂക്കി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള അവഹേളനങ്ങളാണ്. ഇത്രയും മോശമായ ആളില്ല എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ നമ്മളെ സ്വന്തം വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഇത് കേൾക്കേണ്ടി വരുന്നത് അല്ലെ. പുറത്തുള്ളവർ പറയുന്നതിനേക്കാളും കൂടുതൽ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരാണ് പറയുന്നത്. ഇതിന്റെയൊക്കെ കാര്യമുണ്ടോ? എന്തെല്ലാം അവനവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വല്ലതും ഉണ്ടാക്കുക, കഴിക്കുക, തിന്നുക, കുടിക്കുക, നമ്മൾ മൃഗങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ചൊക്കെ രണ്ടെണ്ണൊക്കെ അടിച്ച് ആരെയിലൊക്കെ കമ്പനിയൊക്കെ കൂടി ഈ വഴിവക്കിലൊക്കെ നിന്ന് വന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരു മാലയൊക്കെ ജപിച്ച് നന്നായി നിറഞ്ഞ് ഇവന് എന്തെങ്കിലും പറ്റി അല്ലെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് അരയിൽ നിന്ന് ചരടങ്ങനെ ജപിച്ച് കെട്ടിയ മാറുമായിരിക്കും എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു പ്രഭുവിന്റെ ഇതുപോലെ ഉണ്ട്. അദ്ദേഹം വളരെ വലിയ രീതിയിൽ ഇങ്ങനെ ഇത് നടന്നാണ്. പക്ഷെ നന്നാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്താണ്, വീട്ടുകാര് എന്ത് ചെയ്യാൻ ചരട് ജപിക്കുന്നു, മന്ത്രവാദിയുടെ അടുക്ക് കൊണ്ടുപോകുന്നത് എന്തോ പറ്റിയെന്നാണ് പറയുന്നത്. നോൺ വെജ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന പച്ചയ്ക്ക് മൃഗങ്ങളെ നിന്ന് ഭക്ഷിക്കുന്ന രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി ഇതെല്ലാം കഴിപ്പ് ഒരു സുപ്രഭാതത്തിൽ നിർത്തിയിട്ട് നാമവും ജപിച്ച് 16 മാലയൊക്കെ ജപിച്ച് നല്ല രീതിയിലുള്ള വ്യക്തിയായി മാറി കഴിഞ്ഞപ്പോൾ എന്താണ്, വീട്ടുകാര് ലോകത്തുള്ള അമ്പലങ്ങളിലെല്ലാം കൊണ്ടുവന്ന് വഴിപാട് കഴിക്കുന്നു. ഭക്തനാകാതിരുന്നാൽ മതി, വെള്ളം അടിച്ചാലും കുഴപ്പമില്ല, കവല വഴി തെണ്ടി നടന്നാലും കുഴപ്പമില്ല, ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഭക്തനാകാതിരുന്നാൽ മതി. ഭക്തനായി കഴിഞ്ഞാൽ എന്തോ പോരായ്മയാണ്. അപ്പൊ അങ്ങനെയുള്ള പരിഹാസങ്ങളൊക്കെ നമ്മൾ കേൾക്കുവാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പോലും ഇപ്പൊ ഇല്ല, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന വിവാദങ്ങൾ. നിങ്ങളൊക്കെ പത്രമൊക്കെ വായിച്ചു കാണും അല്ലെ. അങ്ങനെ ഒരു വ്യക്തി സങ്കല്പമാണ്. അത് വള്ളത്തോളാണ് എഴുതിയത്. ഈ പറയുന്ന ഹരിനാമകീർത്തനം അടക്കം പലതും വള്ളത്തോൾ എഴുതിയതാണ്. അങ്ങനെ ഒരു പേര് വെച്ചിരിക്കുന്നതാണ്. മലയാള ഭാഷയുടെ പിതാവില്ല. തിരൂര് അദ്ദേഹത്തിന്റെ ജന്മദേശമാണെന്ന് പറയുന്നത് തെറ്റാണ്. അത് ഏതാണ്ട് ഇതിന് ബ്രാഹ്മണിക് ഹെജിമണി ആണെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നാട്ടിൽ ഇങ്ങനെ പറയും. എനിക്ക് ആരൊക്കെ ഒരുപാട് പോസ്റ്റ് അയച്ചു, എനിക്ക് അത് മുഴുവൻ വായിക്കാനുള്ള സമയം കിട്ടിയില്ല. അതിനെ ഒന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് നമ്മള് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ആണ് ഇത് പറഞ്ഞ് എത്ര നല്ല ഇതായിട്ടാണ് മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ ആൾക്കാർ പരിഹസിക്കുന്നുള്ള അദ്ദേഹം മുൻകൂട്ടി കണ്ടു. നമ്മൾ നാമം ജപിക്കുന്ന ആൾക്കാരെ നമ്മളെല്ലാം നേരിട്ട് കൊണ്ടിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ കലുഷതകളെന്നും അവർ പറയുന്ന ഒന്നും നമ്മൾ എന്താണ് ഈ ചെവി കൂടെ കേട്ട് ഇതുവഴി വിട്ട് കളഞ്ഞിട്ട് നമ്മൾ എന്താണ്, ആവോ നമുക്ക് തിരിയാതെന്നുറച്ച് തിരുനാമങ്ങൾ ചൊൽക, ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല, നമ്മളെ ഇത് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരുനാമങ്ങൾ ജപിച്ചിട്ട് നമ്മൾ ആ ഒരു ഭഗവാന്റെ ഭക്തരായിട്ട് അങ്ങ് തുടർന്ന് പോയാൽ മതി. ബാക്കിയൊക്കെ എന്താണ്, ഇത് ആരെ കുറിച്ചാണ് നമ്മൾ ജപിക്കുന്നത്, ആ ആൾക്ക് നമ്മളെ പറ്റി ഒരു ചിന്ത തീർച്ചയായിട്ടും ഉണ്ടാകാതിരിക്കത്തില്ലല്ലോ അല്ലെ. ഭഗവാനെ പറ്റി നമ്മൾ മറ്റു പലരെ പറ്റി എപ്പോഴും വിചാരിച്ച് ദിവാസ്വപ്നം കണ്ടോണ്ടിരിക്കും അല്ലെ. ഇത് നമ്മൾ ഭഗവാനെ പറ്റി വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നെങ്കിലോ ആ വിചാരിക്കുന്ന ആൾക്ക് ഒരു ചിന്ത ഉണ്ടാകും, എന്നെ പറ്റി അവിടെ ഒരാൾ ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ടെന്നുള്ള അല്ലെ. ആ ആൾക്ക് നമ്മളെ പറ്റി ഒരു വിചാരം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലോ, നമ്മളിപ്പം രണ്ടുപേര് പ്രേമിക്കുകയാണെന്ന് ഓർത്തു അല്ലെ. നമ്മൾ ഒരാള് തന്നെയാണ് പ്രേമിക്കുന്നതെങ്കിൽ ഒരു അവസ്ഥ എന്താണ്, വൺ വേ ആയി പോകും അല്ലെ. വൺ വേ ആയി പോകും. നമ്മൾ സാധാരണഗതിയിലുള്ള ഈ പ്രേമങ്ങളൊക്കെ ഫെയിലിയർ ആയി പോകുന്നതാണ്. ഒന്നുകിൽ ഒരാൾക്ക് പ്രേമം കാണും, മറ്റൊരാൾക്ക് ഇല്ല, വൺ വേ ആയി പോകും, മറ്റൊരാൾ അറിഞ്ഞു പോലും ഇല്ല അല്ലെ. അത് കഴിയുമ്പോൾ കുറെ നമ്മൾ വേദനിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ അവസ്ഥ വൺ വേ ട്രാഫിക് നമ്മൾ കാണും അല്ലെ. പക്ഷെ നമ്മള് ഭഗവാനെ പ്രേമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലോ, നമുക്ക് ഭഗവാന് ഹൃദയം കൊടുത്താലോ, ഭഗവാനെ പറ്റി സ്മരിച്ചുകൊണ്ടിരുന്നാലോ തീർച്ചയായിട്ടും നമ്മൾ ആരെ പറ്റിയാ സ്മരിക്കുന്ന ആ ആൾക്ക് അവിടെ ഇരുന്നൊരു വിചാരം തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ. ആരോ നമ്മളെ സ്മരിക്കുന്നുണ്ട്, അവരിലേക്ക് ഒരു ചെറിയൊരു കൺകോണുകൾ കൊണ്ടൊരു നോട്ടം മാത്രം മതി അല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള്
നമ്മൾ അദ്ദേഹത്തെ ശരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ, ശരിക്കും മനസ്സിരുത്തി വിചാരിച്ച് അദ്ദേഹത്തെ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ, സ്മരിക്കുകയാണെങ്കിൽ, വിളിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തെ നമ്മുടെ പ്രേമിയാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാനായിട്ട്, അല്ലേ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ശ്ലോകം മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ആ നുസ്മാതി ചേർത്തൊരു പൊരുത്തം നിനയ്ക്കലും ഇതതിതന്റെ നാമഗുണമതിനിങ്ങു വേണ്ട കൃതം. ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമഃ. നുസ്മാതി എന്ന് കാണുന്നത് അബദ്ധം. ലു ഝമാതി എന്നാകുന്നു. അത് സിദ്ധാരി കോഷ്ടത്തിലൊരു ഭാഗമാകുന്നു. എങ്ങനെയെന്നാൽ നെടുകയും കീഴ്മേലെയും അയ്യഞ്ച് വരയ്ക്കുമ്പോൾ 16 കോഷ്ടമാകും. അതിനെ നന്നായി ഭാഗിക്ക. അതിൽ മുമ്പിലത്തെ 4 സിദ്ധൻ എല്ലാ ബന്ധുക്കം, പിന്നത്തെ 4 സേവകൻ അല്ല സാധ്യൻ. താഴത്തേതിൽ മുമ്പിലത്തെ 4 സ്വസിദ്ധൻ അല്ല പോഷകം, പിന്നത്തെ 4 അരിയല്ല ഘടകം. ഇങ്ങനെയുള്ള 16 ഖണ്ഡങ്ങളിലും വിധി പോലെ 51 അക്ഷരങ്ങളെ അടക്കണം. ഇതിൽ പൊരുത്തം നോക്കേണ്ടത് തന്റെ പേരിന്റെ ആദ്യക്ഷരം മുൻപിരിച്ച് ഏത് 4 ഖണ്ഡങ്ങളിൽ ഒന്നിൽ വരുന്നുവോ ആ 4 ഖണ്ഡം തൊട്ട് സിദ്ധൻ, സാധ്യൻ, സ്വസിദ്ധൻ, അരി എന്നെണ്ണണം. മന്ത്രത്തിന്റെ ആദ്യക്ഷരം ഈ 4 ഖണ്ഡങ്ങളിൽ ഏതിലാണ് വരുന്നതെന്ന് നോക്കണം. അത് സിദ്ധനിലോ സാധ്യനിലോ വന്നാൽ മധ്യമം, സ്വസിദ്ധനിലായാൽ ഉത്തമം, അരികിലായാൽ അധമം. എന്നാൽ ഓരോ 4 ഖണ്ഡങ്ങളിലും സിദ്ധൻ, സാധ്യൻ, സ്വസിദ്ധൻ, അരി എന്നുകൂടി എണ്ണി നോക്കി പൊരുത്തം അറിയിക്കണം. ആദ്യത്തെ ഖണ്ഡം തുടങ്ങി അശ്വതി മുതൽ എണ്ണുക. അതിൽ ഏത് നാളിന്മേലാണ് തന്റെ പേരിന്റെ ആദ്യക്ഷരം വരുന്നത് എന്നും ഏതു നാളിൽ മന്ത്രത്തിന്റെ ആദ്യക്ഷരം വരുന്നു എന്നും നോക്കി ജ്യോതിഷക്രമത്തിന് പൊരുത്തം നോക്കണം. നാൾ ചേർച്ചയുണ്ടെങ്കിൽ ആ മന്ത്രം സിദ്ധിക്കും. ഖണ്ഡങ്ങൾ താഴെ വരച്ച അക്ഷരം അടച്ചു കാണിക്കുന്നു. തന്റെ പേരിന്റെ ആദ്യക്ഷരം ഏത് രാശിയിലോ മന്ത്രത്തിന്റെ ആദ്യക്ഷരം ഏത് രാശിയിലോ വരുന്നു എന്ന് നോക്കി ജ്യോതിഷക്രമത്തിൽ രാശി തമ്മിൽ പൊരുത്തമുണ്ടോ എന്ന് നോക്കണം. ചക്രം വരച്ച് കാണിക്കുന്നു. ഇനി വായിക്കണം. പ്രവൃത്തി ബോധപ്പൊരുത്തം. ആ ഇത് കുറച്ചുണ്ട് പൊരുത്തം. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ചില വാക്കുകളും പദങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മള് ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മന്ത്രങ്ങളും ഇതൊക്കെ ഉണ്ടല്ലേ നമ്മളുടെ പുരാണങ്ങളിൽ, വേദങ്ങളിലൊക്കെ ഉണ്ട്. ഒരുപാട് വേദമന്ത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജപിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വേദങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അത് പഠിക്കുന്നതാണ് അല്ലേ. ഒരു പ്രത്യേക ഈണത്തിലും താളത്തിലും ഏറ്റക്കുറച്ചിലും ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അതിലൊരു ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം മാറിപ്പോകും. അർത്ഥം മാറിക്കഴിഞ്ഞാൽ വിപരീത ഫലമാണ് അല്ലേ. നമുക്കൊക്കെ എത്ര ഇപ്പൊ ഇംഗ്ലീഷുകാരുടെ ഒക്കെ നാവൊക്കെ വേദങ്ങൾക്ക് വേണ്ടിയിട്ട് വഴങ്ങി തുടങ്ങി. ഇംഗ്ലീഷുകാരൊക്കെ വേദമന്ത്രം ചെല്ലുന്നതൊക്കെ ഞാൻ വീഡിയോ ഒക്കെ കണ്ടു. ഞാൻ യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലൊക്കെ ഉള്ളവര്. അപ്പൊ ഞാൻ ഓർക്കുകയും ചെയ്തു, ഈ ബ്രാഹ്മണര് തന്നെ കുട്ടികളെ ചെറു പ്രായത്തിൽ തന്നെ അവരെ ഉപനയനം എടുക്കുന്നതിനൊക്കെ മുൻപ് തന്നെ വേദങ്ങളൊക്കെ പഠിപ്പിച്ച് അത്രയും ചെറുപ്പത്തിലെ ആ കുട്ടികൾ പഠിച്ചു വന്നിട്ട് ആണ് അവരത് നല്ല രീതിയിൽ ചെല്ലുന്നത്. അപ്പൊ ഈ ജന്മനാ തന്നെ നാക്ക് ഇത് പറയാനായിട്ട് വഴങ്ങലാത്ത അവരൊക്കെ, ഈ ബ്രിട്ടീഷുകാരൊക്കെ എത്രമാത്രം പ്രയത്നിച്ചിട്ടാണ് അത് പഠിച്ചതെന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങൾ അല്ലെ. അതിന്റെ പകുതി ബുദ്ധിമുട്ടുണ്ടോ ഈ ഹരിനാമം ഒന്ന് ചെല്ലാനായിട്ട്? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് നാ ഇൽസ് മാ, അതാണ് നുസ്മാതി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നുസ്മാതി, എനിക്കത് പറയാനായിട്ട് അറിയത്തില്ല. നുസ്മാതി അല്ലെ, നുസ്മാതി. നാ ഇൽസ് മാ എന്നീ 3 എന്ന് തുടങ്ങിയ അക്ഷരങ്ങൾ പ്രത്യേക ഖണ്ഡങ്ങളിൽ എഴുതി മന്ത്രഗ്രഹണത്തായി നോക്കി കാണേണ്ട പൊരുത്തം പോലും ചിന്തിച്ചാൽ ഭഗവാന്റെ നാമങ്ങളിൽ ചിലവ സ്വീകരിക്കുന്നതിന് തീർച്ചയായും ആവശ്യമില്ല. അപ്പൊ ഈ 3 അക്ഷരങ്ങളൊക്കെ ചേർത്തിട്ടാണ് ചില പ്രത്യേക ഖണ്ഡങ്ങളിലൊക്കെ പറഞ്ഞ് പ്രത്യേക ആവർത്തിയിൽ പറഞ്ഞ് ഇങ്ങനെ ഈ അനുഷ്ഠിപ്പ് ഛന്ദസ് ഉണ്ടല്ലേ, ഛന്ദസ്, സൃഷ്ടിപ്പ് ഛന്ദസ് ഉണ്ട്, അനുഷ്ഠിപ്പുണ്ട്. അങ്ങനെ മലയാള വ്യാകരണം സംസ്കൃതം പഠിച്ചവർക്ക് അറിയാം. ഇങ്ങനെ ഓരോ ഛന്ദസ്സുകളിൽ എണ്ണം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു അല്ലേ. അപ്പൊ 8 ഉള്ളതിനല്ലേ കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ, ഇതൊക്കെ അനുഷ്ഠിപ്പ് ഛന്ദസ്സിലാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. 8 അക്ഷരം, 8. അതുപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രവും അനുഷ്ഠിപ്പ് ഛന്ദസ്സിലാണ് അല്ലെ. അങ്ങനെ
അങ്ങനെ എന്താണ് 32 എണ്ണം വരും അല്ലേ? 8 4 32 4 ലൈൻ വരുമ്പോൾ 32 അക്ഷരം വരും. അപ്പൊ അങ്ങനെ അനുഷ്ഠിപ് ഛന്ദസ്സിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഭഗവാന്റെ നാമങ്ങൾ ചെല്ലുന്ന കോടിക്കണക്കിന് നാമങ്ങളുള്ള ഭഗവാന്റെ നാമങ്ങള് നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ ജപിച്ചാൽ മാത്രം മതി. ഒന്നും തന്നെ ഈ പറയുന്ന പൊരുത്തങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഈ പൊരുത്തങ്ങൾ ചേർന്നാൽ മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ. അതായത് നാ എന്നും ഇസ് എന്നും മാ എന്നും ഇങ്ങനെയൊക്കെയുള്ള ഈ അക്ഷരങ്ങൾ ആദ്യം വന്ന് അങ്ങനെ ഒരു ഖണ്ഡമാക്കി വെച്ചിട്ട് 8 അക്ഷരം തികഞ്ഞാൽ മാത്രമേ ഇത് ഉച്ചരിക്കാൻ പാടുള്ളൂ. പാടില്ലാത്തതൊന്നും അങ്ങനെയൊന്നും ഭഗവാന്റെ നാമങ്ങളുടെ ഹരിയുടെ നാമങ്ങൾ എന്താണ് 1 കോടി കോടി തവ തിരുനാമം ഉള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമഃ. ഭഗവാന് കോടിക്കണക്കിന് നാമങ്ങളുണ്ട്. അതില് അരുതാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതിന് ഈ പറയുന്ന നിബന്ധനകള് ഇങ്ങനെ ഈ നാ എന്നും സ്ന എന്നും മാ എന്നും മുൻപേ ചേർത്ത് അതൊരു ഖണ്ഡമാക്കി 8 4 16 32 അങ്ങനത്തെയുള്ള ഓർഡറിലൊന്നും ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. 1 കോടി കോടി നാമമുള്ള ഭഗവാന് ഈ പറയുന്ന യാതൊരു നിബന്ധനകളും അതിൽ അരുതാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇനി എന്തെങ്കിലും ഉണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതില് പറയുന്നുണ്ട് പ്രഭുജി, ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ പ്രപഞ്ചസാരത്തിൽ കൽപ്പിച്ചിട്ടുള്ള 5 വിധ പൊരുത്തങ്ങളിൽ ഒന്നെങ്കിലും ഭഗവത് നാമ ജപത്തിന് ആവശ്യമില്ല, നിശ്ചയം തന്നെ. എന്നാൽ ഭഗവാൻ ഇത്രയേ നാമമുള്ളുവെന്ന് ക്ലിപ്തവുമില്ല. എത്രയോ കോടി തിരുനാമങ്ങളുണ്ട്. ഏതൊരു തിരുനാമത്തെ ജപിച്ചാലും ഗതി ഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവൻ നാമത്തെ ജപിപ്പാൻ സംഗതി വരുത്തലേ നാരായണ. അതിനായി നമസ്കരിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ പ്രഭുജി, കൃഷ്ണ. ഞാനൊന്ന് ഇറങ്ങുന്നേ. ഇവിടെ വൈശാഖ ശരി. പൗർണമിയുടെ പൂജ നടക്കുന്നു. ഇന്നാണല്ലോ വൈശാഖ പൗർണമി അല്ലേ? അതിന്റെ ഹരി പൂജ ബോൾ. നടക്കുന്നു. ഞാനൊന്ന് പോയിക്കോട്ടെ. ഹരേ കൃഷ്ണ. ക്ലാസ് കഴിഞ്ഞു മാതാജി. ഇതേ ഇന്ന് വാഞ്ച തരുവാണ്. വാഞ്ചാകൽപതരൂപശ്ച കൃപാസന്തു വേവച്ച പതിതന്നാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കീ ജായ്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ.